ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബാബുൽ ബുക്കായി അലൽ മയ്യിത്ത്. മയ്യിത്തിൻ്റെ മേലിൽ കരയുന്നതിനെ കുറിച്ച് പറയുന്ന ബാബ്. അൽ ഫസ്ലുൽ അവ്വലു അൻ അനസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ദഖൽനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിൻ്റെ കൂടെ ഞങ്ങൾ പ്രവേശിച്ചു. അല അബീ സൈഫിനിൽ കൈനി, കൊല്ലനാഥായിരിക്കുന്ന അബൂ സൈഫ് എന്ന് പറയുന്ന സഹാബിൻ്റെ മേൽ കയറി ചെന്നു. വക്കാന, ഈ അബൂ സൈഫ് എന്ന സഹാബിയായിരുന്നു ലിറലി ഇബ്രാഹിം, മുത്തനബിൻ്റെതായിരിക്കുന്ന മോനാവുന്ന ഇബ്രാഹിം എന്ന കുട്ടിക്കുള്ള ലിറായിരുന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ മുല കൊടുക്കുന്ന പെണ്ണിൻ്റെ ഭർത്താവായിരുന്നു. ഫഹദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം, മുത്തനബി തൻ്റെ പൊന്നാര മോനെ ഇങ്ങോട്ട് എടുത്തുങ്ങാണ്ട് ഇപ്പോൾ കബ്ബലഹു, ഒരു ചുംബനം കൊടുത്തു. വശമ്മഹു, മുത്തി മണക്കുകയും ചെയ്തു. സുമ്മ ദഖൽന അലൈഹി ബഅദ ദാലിക, പിന്നെ ഈ അബൂ സൈഫിൻ്റെ അടുക്കൽ പിന്നെ ഇവർക്ക് കയറി ചെന്നോ. ആ സമയത്ത് ഇബ്രാഹിം യജൂദു ബിനഫ്സിഹി, ആ കുട്ടിയാവുന്ന ഇബ്രാഹിം സ്വന്തം നഫ്സിനെ ധർമ്മം ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ജീവൻ പോകാൻ ആയിട്ടുണ്ട്, അഥവാ മരിക്കാൻ കിടക്കുകയാണ്. ആ സമയത്ത് ഫജഅലത്ത് ഐന റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ രണ്ട് കണ്ണുകളും തുടങ്ങി തദ്രിഫാൻ, ഒഴുകാൻ തുടങ്ങി. അങ്ങനെയാണ് ജാല എന്ന് പറഞ്ഞ ഫീലിൻ്റെ വാക്കിൽ മുളാര ഫീൽ വന്നാൽ എന്തേക്കാറ് തുടങ്ങി എന്നുള്ള വാനാക്കി. ഫഖാല ലഹു അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, അപ്പോൾ അബ്ദുറഹ്മാൻ ഔഫ് എന്ന് പറയുന്ന സഹാബി ചോദിച്ചു, അൻത യാ റസൂലല്ലാഹ്, അള്ളാഹിൻ്റെ റസൂലെ തങ്ങളും കരയണോ? ഫഖാല, അപ്പോൾ തങ്ങൾ പറഞ്ഞു, യബ്ന ഔഫ്, എടാ ഇബ്നു ഔഫേ, ഇന്നാ റഹ്മ, അതിൽ കാരുണ്യമാണ്. സുമ്മാത്തുബാഹാ ബിയുഹ്റ, ആ കരച്ചിലിനേക്ക് ഒരു കരച്ചിലിനെ കൂടി തുടർത്തി. ഒന്നും കൂടി നബിതങ്ങളുടെ കണ്ണിൽ നിന്ന് വീണ്ടും കണ്ണുനീരൊഴുകി. ഫഖാല, തങ്ങൾ പറഞ്ഞു, ഇന്നല്ല അതിനെ തതുമാവൂ, നിശ്ചയമായിട്ടും കണ്ണുനീരൊഴുക്കും. വൽ ഖൽബു യഹ്സനു, ഹൃദയം നൊമ്പരപ്പെടുകയും ചെയ്യും. വലാ നഖൂലു ഇല്ലാ മാ യർളാ റബ്ബുനാ, റബ്ബ് പൊരുത്തപ്പെട്ടതല്ല തോന്നു നാവ് കൊണ്ട് നമ്മൾ പറയില്ല. പഠിച്ചോനെ എൻ്റെ കുട്ടിനെ കൊണ്ടുപോയല്ലോ, അയ്യാതി എന്തെങ്കിലും വിളിച്ചു പറയുകയോ കരയുകയോ ശബ്ദം ഉണ്ടാക്കൊന്നും നമ്മൾ ചെയ്യൂല. വൈന്നാ, നിശ്ചയം നമ്മളാകുന്ന ബിഫിറാക്കിക്ക, നിൻ്റെ മോചനം, നിൻ്റെ വിട്ടുപിരിയൽ കാരണമായി ആ ഇബ്രാഹിമേല മഹസൂനൂൻ, ഹുസ്നിലാക്കപ്പെട്ടവരാണ്. മുത്തഫഖുൻ അലൈഹി. അൻ ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു ഖാല അർസലത്ത് ഇബ്നത്തു നബി, മുത്തനബിൻ്റെ മോളാവുന്ന സൈനബാബി ആളെ വിട്ടു. ഇലൈഹി, മുത്തനബിയിലേക്ക് ആളെ വിട്ടു. എന്താ വിവരം? അന്നബ്നല്ലൈ കുബില്ല, എൻ്റെ മോനിതാ മരിക്കാൻ കടക്കുകയാണ് നബിയെ. ഫഅ്തിനാ, ഓട് നമ്മുടെ അടുത്തൊന്ന് വരണം. അതാണ് ആളെ വിട്ടത്. എന്ത്, കുട്ടി ഇപ്പം മരിച്ചു, വരണം, എൻ്റെ കുട്ടി മരിച്ചാനായിക്കണ്. മുത്തനബിൻ്റെ മോളാവുന്ന സൈനബീബിയാണ് ആളെ വിടുന്നത്. ഫാറുസല, നബിതങ്ങൾ ദൂതനെ പറഞ്ഞു അയച്ചു. എന്ത്? യഖ്റഉസ്സലാം, അതാ അസ്സലാമു അലൈക്കും മുത്തനബി സലാം പറയുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു. മുത്തനബി ആളെ തിരിച്ചു വിട്ടു അങ്ങോട്ട്. വയഖൂലു, മുത്തനബി പറയുന്നുണ്ട്, ഇന്നല്ലാഹ വ ഇന്ന ലില്ലാഹി മാ ഖദ വലഹു മാ അത, അള്ളാഹ്ക്കുള്ളതാണ് അള്ള കൊണ്ടുപോകുന്നതും അള്ളാഹ്ക്കുള്ളതാണ് അള്ള നൽകുന്നതും. കുല്ലുൻ ഇൻദഹു ബിഅജലിൻ മുസമ്മാ, മുഴുവനും അള്ളാഹിനടുക്കൽ നിശ്ചയിക്കപ്പെട്ട അവധി വരെ ഓടുന്നതാണ്. ഏത് കുട്ടിക്കും ഏത് വലിയവനിക്കും ഒക്കെ അവർ കണക്കാക്കപ്പെട്ട ഡേറ്റ് ഉണ്ടല്ലോ, അതുവരെ പോകുള്ളൂ. ഈ വിവരം പറഞ്ഞാളായിരുന്നു. നബി ആളെ തിരിച്ചും കെട്ടും വിട്ടു. ആയതുകൊണ്ട് ഫൽ തസ്ബിർ, അവൾ ക്ഷമിക്കട്ടെ. ഫൽ തഹ്തസിബ്, അള്ളാഹുവിൽ നിന്ന് കൂലി തേടുകയും ചെയ്യട്ടെ. ഈ വിവരം നബിയുടെ അടുത്തെത്തിയപ്പോൾ ഫാറുസലത്ത് ഇലൈഹി, ആ ദൂതന നബിതങ്ങൾ ഇങ്ങോട്ട് തന്നെ വിട്ടു. എന്താ? തുഖ്സിമു അലൈഹി, നബിൻ്റെ മേലിൽ സത്യം ചെയ്ത് പറഞ്ഞു കണ്ടില്ലേ, നബി ഇവിടെ വരുന്നമാണ്, അള്ളാഹുവാണ് സത്യം, മുത്തനബിയുടെ വരുന്നമാണെന്ന് പറഞ്ഞ ആളെ വിട്ട്. അങ്ങനെ പറഞ്ഞാൽ പിന്നെന്താ കാട്ടുക? ഫക്കാമാപതങ്ങൾ എഴുന്നേറ്റു. ഒമാഹു സഅദ് ഉബാദ മുആദ് ബിൻ ജബൽ ഉബയ്യ് ബിൻ കഅബ് സയ്ദ് ബിൻ സാബിത്ത് വരിജാലുൻ, ഈ 4 സഹാബാക്കളും വേറെ കുറച്ച് ആൾക്കാരും കൂടിയുണ്ട്. ഫറുഫിയ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സബിയ്യു, ആ സമയത്ത് മുത്തനബിൻ്റെ അടുത്തേക്ക് കുട്ടിയെ ഇങ്ങനെ ഉയർത്തപ്പെട്ടു. വനഫ്സുഹു, കുട്ടിൻ്റെ ആത്മാവ്, തതക്കഴു, അതിങ്ങനെ പിടപെടക്കുന്നുണ്ട്. റൂഹ് ഇങ്ങനെ
പടക്കണുണ്ട്. ഫഫാദത്ത് ഐനാഹു, ഇത് കണ്ടപ്പോൾ മുത്തനബിൻ്റെ രണ്ട് കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകാൻ തുടങ്ങി. ഫഖാല സഅദുൻ, ആ സഅദ് ബഹുമാൻ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാ, അല്ലാഹുവിൻ്റെ തിരുദൂതരെ, മാഹാദാ, ഇതെന്താണ്? ഫഖാല, തങ്ങൾ പറഞ്ഞു, ഹാദിഹി റഹ്മാ, ഈ വന്ന കണ്ണുനീര് അതൊരു കാരുണ്യമാണ്. ജഅലഹുല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി, തൻ്റെ അടിയാറുകളുടെ ഹൃദയങ്ങളിൽ അള്ളാഹു സ്ഥാപിച്ചിരിക്കുന്ന ഒരു കരുണയാണത്. ഫഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹിർ റഹമാഇ, കരുണയുള്ളവരോട് മാത്രമേ തൻ്റെ അടിയാറുകളിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കരുണ കാണിക്കുകയുള്ളൂ. മുത്തഫഖുൻ അലൈഹി. വൻ അബ്ദുല്ലാഹിബ്നി ഉമർ റളിയല്ലാഹു അൻഹുമാ, ഇബ്നു ഉമർ എന്നൊരു തൊട്ടുപോട്ട് അന്നഹു ഖാല ഇഷ്തഖാ സഅദ് ഇബ്നു ഉബാദ, ഈ സഅദ് നേരത്തെ പറഞ്ഞ സഅദ് ഉബാദല്ലേ, ആ സഅദ് റളിയല്ലാഹു അൻഹു സുഖമില്ലാതെയായി. ശക്വാലഹു, അദ്ദേഹത്തിനുള്ള ഏതോ ഒരു അസുഖം. ഫാത്താഹുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഊദുഹു, കാണാൻ വേണ്ടി ചെന്നു സഅദ് റളിയല്ലാഹുവിൻ്റെ അടുത്ത്. ആ ഒപ്പാരാളുള്ളതെന്നറിയോ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് വ സഅദ് ഇബ്നു അബി വഖാസ് വ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്. ഇബ്നു മസ്ഊദ് ഉണ്ട്, സഅദ് ഇബ്നു അബി വഖാസ് ഉണ്ട്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഉണ്ട്. ഇവരൊക്കെ ഒപ്പം കൂട്ടിങ്ങോണ്ട് മുത്തനബി സഅദ് റളിയല്ലാഹുവിനെ കാണാൻ വേണ്ടി ചെന്നു. ഫലമ്മാ ദഖല അലൈഹി, അദ്ദേഹത്തിന് കയറി ചെന്നപ്പോൾ വജദുഹു ഫീ ഗാശിയ, അദ്ദേഹം ഒരു മൂടലിൽ കിടക്കുകയാണ്. നല്ല അത്യാവശ്യം അസുഖം നല്ല സ്ട്രോങ് ആണ് എന്നർത്ഥം. ഫഖാല ഖദ് ഖുളിയ, അങ്ങോട്ട് ചെന്നപ്പോൾ ആൾക്കാർ പറഞ്ഞ് മരിച്ചു. ഫഖാലൂ യാ റസൂലല്ലാഹ്, അപ്പോൾ വേറെ ആൾക്കാർ പറഞ്ഞു ഇല്ല, മരിച്ചോ ഇല്ല എന്നൊരു സംശയമാണ്. അപ്പം ഫബക്കൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സമയത്ത് മുത്തനബിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു. ഫലമ്മാ റഅൽ ഖൗമു ബുകാഅൻ നബി, മുത്തനബിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നത് സഹാബത്ത് കണ്ടപ്പോൾ ബക്കൗ, സഹാബത്തിൻ്റെ കണ്ണുനീരും കണ്ണെന്നും കണ്ണുനീര് വന്നു. ഫഖാല ലാ തസ്മഊൻ, നിങ്ങൾ കേൾക്കുന്നില്ലേ? ഇന്നല്ലാഹ ലാ യുഅദ്ദിബു ബിദംഇൽ ഐൻ, കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നുകൊണ്ട് അള്ളാഹു ശിക്ഷിക്കൂല. വലാ ബിഹുസ്നിൽ ഖൽബി, ഹൃദയം നൊമ്പരപ്പെട്ടത് കൊണ്ടും അള്ളാഹു ശിക്ഷിക്കൂല. വലാകിൻ യുഅദ്ദിബു ബിഹാദാ, എങ്കിലും ഇതുകൊണ്ടാണ് ശിക്ഷിക്കുക എന്ന് പറഞ്ഞുകാണ്ട് വശാറ ഇലാ ലിസാനിഹി, നാവിലേക്ക് മുത്തനബി ഇങ്ങനെ ചൂണ്ടിക്കാട്ടി. ഔ യർഹമൂ, ശിക്ഷിക്കും, അല്ലെങ്കിൽ റഹ്മത്ത് ചെയ്യും. വൈന്നൽ മയ്യിത്ത, നിശ്ചയമായിട്ട് മരിച്ചു കിടക്കുന്ന മനുഷ്യൻ ലയുഅദ്ദബു ബിബുകാഇ അഹ്ലിഹി അലൈഹി, മയ്യത്തിൻ്റെ അഹ്ലുകാർ മയ്യത്തിൻ്റെ മേലിൽ കരഞ്ഞത് കൊണ്ട് നിശ്ചയം ശിക്ഷിക്കപ്പെടുന്നതാണ്. ഇതിൻ്റെ ഇമാമിങ്ങൾ വിവരിച്ചിട്ട് ഇവിടെ കേട്ടോ, പെരക്കാർ മനുഷ്യൻ്റെ മേൽ മയ്യത്തിനെ ശിക്ഷ കിട്ടുമോ? ഒന്നുകിൽ ഓന് വസിയത്ത് ചെയ്തായിരിക്കണം, ഞാൻ മരിച്ച അത്ര ദിവസം നോളിച്ചാന്ന് പറഞ്ഞാണ്ട് വസിയത്ത് ചെയ്തിച്ചതാവണം. അതല്ലെങ്കിൽ അയാൾ പൊരുത്തപ്പെട്ട ആളാവണം. കുറേ ആൾക്കാർ മരിച്ചീനി കരയേണ്ടീനി ഞാൻ മരിച്ചാൽ എന്നുള്ള അങ്ങനത്തെ ആളാവണം. അല്ലാതെ എന്ത് ചെയ്യൂല, കുറേ ആൾക്കാർ ഇങ്ങനെ ഓളിച്ചതിന് വയ്യത്തിനെ തൊട്ടൊന്നുമില്ല, ശിക്ഷ കിട്ടുമൊന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞത് അവിടുക്കാൻ നോക്കണം. പിന്നെ മുത്തഫഖുൻ അലൈഹി, പിന്നെ وعن عبد الله بن مسعود رضي الله عنه أنه قال رسول الله صلى الله عليه وسلم ليس منا, നമ്മിൽ പെട്ടവനല്ല, മൻ ദറബൽ ഖുദൂദ, കവിളത്തടിക്കുന്നവൻ, വശക്കൽ ജിയൂബ, മാറടിച്ചു വിളിക്കുന്നവൻ, വദഅ ജാഹിലിയ, ജാഹിലിയ കാലത്ത് വിളിയാളങ്ങളുണ്ട് വിളിച്ചാർക്കുന്നവനും നമ്മളെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. മുത്തഫഖുൻ അലൈഹി. വഅൻ നബി ബുർദ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഉഗ്മിയ അലാ അബി മൂസ, അബൂ മൂസ എന്നവർക്ക് ബോധം കെട്ടു. ഫഖബലത് ഇംറാത്തുഹു, ഇത് മരിച്ചിട്ടില്ലേ കേട്ടോ, ബോധം പോയിട്ടുള്ളേ. ആ സമയത്ത് ഭാര്യകൾ വന്നു. ആരാണ് ആ ഭാര്യ? ഉമ്മു അബ്ദില്ല എന്ന് പറയുന്ന ഭാര്യ മുന്നോട്ട് വന്നു. തസ്വീഹു, ആ പെണ്ണ് ധ്വനിയിടുന്നുണ്ട്. ബിറന്നത്തിൻ, കരഞ്ഞുകൊണ്ടുള്ളതായിരിക്കുന്ന ഒരു ധ്വനിയിടുന്നുണ്ട്. പെരുവച്ചുണ്ടാക്കിയ കരച്ചിലാണ്. സുമ്മാഫാക്ക, പിന്നെ ബഹുമാനപ്പെട്ടവർക്ക് ബോധം തെളിഞ്ഞപ്പോൾ ഫക്കാല, പത് ചോദിച്ചു, അലം തലമി, എടി പെണ്ണേ എനിക്കറിയില്ലേ? വക്കാന യുഹദ്ദിസുഹാ, മുമ്പ് എന്തായിരുന്നു? യുഹദ്ദിസുഹാ,
ഈ ഭർത്താവ് ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല, റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, അന ബരീഉം മിമ്മൻ ഹലക വസലക വഹറക. മുടി മുട്ടയടിച്ച ഇത് സങ്കടം താങ്ങാൻ കഴിയാതെ മുടി മുട്ടയടിച്ചു, അതല്ലെങ്കിൽ ഒച്ചുണ്ടാക്കി ഇതുവരെ കരഞ്ഞു, അതല്ലെങ്കിൽ വസ്ത്രം കീറി, അങ്ങനത്തെ തൊട്ടൊക്കെ ഞാൻ ബരിയാണ് അള്ളാഹ് റസൂല് പറഞ്ഞ്, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഭാര്യയ്ക്ക് ഭർത്താവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭർത്താവ് എന്ത് ചോദിച്ചു, അല്ലാത്ത ആരും താലമി നിനക്കറിയില്ലേ എന്ന് ചോദിച്ചത്. ശരിയല്ലേ? മുസ്ലിം. وأبي مالك الأشعري رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم أربع من أمتي في أمتي എൻ്റെ ഉമ്മത്തിൽ 4 കാര്യം മിൻ അംറിൽ ജാഹിലിയ ജാഹിലിയ കാലത്ത് നടമാടിയ വിഷയത്തിൽപ്പെട്ടതാണ്. ലാ തത്തു ലാ യതുറുകൂനഹുന്ന അല്ലേ, ലാ യതുറുകൂനഹുന്ന, അത് ഐറ്റങ്ങൾ ഒഴിവാക്കൂല. ഒന്നൽ ഫഹ്റു ഫിൽ അഹ്സാദ്, തറവാടിത്തത്തിൽ പത്രാസം പറയുക. വത്തൈനു ഫിൽ അൻസാബ്, തറവാടിൽ മറ്റുള്ളവരെ ആക്ഷേപിക്കുക. വൽ ഇസ്തിസ്ഖാഉ ബിൻ നുജൂം, നക്ഷത്രങ്ങളെ കൊണ്ട് മഴ തേടുക. പിന്നെ വന്നിയാഹ, മയ്യത്തിൻ്റെ ഗുണഗണങ്ങൾ എടുത്തുകൊണ്ട് വിളിച്ചാർക്കുക. വക്കാല, തങ്ങൾ പറഞ്ഞു, നായിഹത്തു, നിശ്ചയമായിട്ടും ഈ മയ്യത്തിൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഒച്ചുണ്ടാക്കി ധ്വനി ഉണ്ടാക്കുന്ന പെണ്ണ്, ഇതാരും തത്തുബ്, ഓള് ഖേദിച്ചു മടങ്ങിയിട്ടില്ലെങ്കിൽ കബല മൗതിഹ, ഓള് മരിക്കുന്നതിൻ്റെ മുമ്പ് ഖേദിച്ചു മടങ്ങിയിട്ടില്ലെങ്കിൽ തുക്കാമു യൗമൽ ഖിയാമ, ഖിയാമനാളിൽ അവൾ നിർത്തപ്പെടും. എങ്ങനെ നിർത്തപ്പെടുന്ന രൂപം എന്നറിയോ? വലൈഹ സിർബാലും മിൻ ഖത്തിറാൻ, ഖുർആനിൽ പറഞ്ഞ സറാബീലും മിൻ ഖത്തറാൻ എന്ന് പറഞ്ഞ ഖത്തറാൻ ഉണ്ടല്ലോ, പന്തം കത്ത എന്ന് പറഞ്ഞതായിരിക്കുന്ന പന്തക്കറ, അതിനാലുള്ളതായിരിക്കുന്ന ഒരു ഷർട്ട്, ഒരു കുപ്പായമോളം മേലുണ്ടാകുന്നതാണ് ആ കാളിക്കത്തും. പിന്നെ ജറബിൻ, ജറബിനാലുള്ളതായിരിക്കുന്ന ഒരു അങ്കിയും ഓളുടെ മേലുണ്ടാവുന്നതാണ്. അപ്പം അങ്ങനെയാണ്. അപ്പം ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഈ ജാഹിലിയ കാലത്തുള്ള സ്വഭാവങ്ങളൊക്കെ അത് നിർത്തണം, കൊണ്ടെടുക്കാൻ പാടില്ല. റവാഹു മുസ്ലിം. വാൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല മറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമ്രാത്തിൻ്റെ, ഒരു പെണ്ണിൻ്റെ അരികിലൂടെ മുത്തനബി നടന്നുപോയി. തബ്കി, ആ പെണ്ണിങ്ങനെ കരയുകയാണ്. എന്താ കബറിൻ്റെ അടുത്ത് നിന്നാണ് ഇങ്ങനെ കരയാണ്. ഒരു കബറിൻ്റെ അടുത്ത് ഇങ്ങനെ കരയുമ്പോഴാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിലിങ്ങനെ പോകണത്. പെണ്ണിങ്ങനെ കരയാണ്. അപ്പോൾ കാല ഇത്തക്കില്ല, നബി തങ്ങൾ, പെണ്ണേ അതാണ് സൂക്ഷിച്ചോട്ടോ, വസ്ബിരി, ക്ഷമിച്ചോ. കാലത്ത് ഇലയിക്കാനിയായിരുന്നു പോടുക. ഇന്നക്കലം തുസബി മുസീബത്തി, എൻ്റെ മുസീബത്ത് കൊണ്ട് നിനക്ക് മുസീബത്താക്കപ്പെട്ടിട്ടില്ല. എൻ്റെ മുസീബത്ത് എനിക്കല്ല അറിയുള്ളൂ. മറ്റേ കുട്ടിയാണ് ഈ കാര്യം മരിച്ചത്. വലന്താരി പോ, ഇത് മുത്തനബിയെന്ന് ആരും അറിഞ്ഞിട്ടില്ല, ആ പെണ്ണറിഞ്ഞിട്ടില്ല. ഫഖീലല, പിന്നെ പെണ്ണിനോട് പറയപ്പെട്ടു, പെണ്ണെ ഇന്നഹുൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇയാ പറഞ്ഞ ആരോടാണെന്നറിയോ? മുത്തനബിനോടാണ് പറഞ്ഞത്. ഫാത്തത് ബാബൻ നബി, പിന്നെ മുത്തനബിൻ്റെ വാതിൽക്കിലേക്ക് പെണ്ണ് ചെന്നു. ഫലൻ തജിദ് ഇൻദഹു ബവ്വാബീന, പാറാവുകാരൊന്നും വാതിലിക്കലില്ല. സാധാരണ ഉണ്ടാവുന്ന കാര്യപ്പെട്ട പോലെ വാതിലിക്കലൊക്കെ ഉണ്ടാവും, സെക്യൂരിറ്റിയൊക്കെ ഉണ്ടാവും. അതൊന്നും മുത്തനബിൻ്റെ വാതിലിക്കലില്ല. അപ്പോൾ കാലത്ത് ആ പെണ്ണ് പറഞ്ഞു, ലമ്മാരിഫുക്ക നബിയേ, നിങ്ങളാന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഫക്കാലാത്തങ്ങളെ ഇന്നമസബർ ഇന്ന സ്വതമത്തിലൂല, ക്ഷമ, യഥാർത്ഥ ക്ഷമ എന്ന് പറഞ്ഞത് ഹൃദയത്തിലേക്ക് മുസീബത്ത് ഫസ്റ്റ് മുട്ടുന്ന നേരത്ത് മാത്രമാണ്. ഒരാൾക്ക് എന്ത് ചെയ്യും, ഒരു പെണ്ണിന് ഭർത്താവ് മരിച്ചാൽ അന്നൊരു ഷോക്ക് ഉണ്ടാവും. പിന്നെ 5-6 മാസം കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവില്ല, അതിനൊന്നും ഉണ്ടാവില്ല. ആ ഫസ്റ്റിൽ ആ മുസീബത്ത് കൽബിക്കട് വരുമ്പോൾ അള്ളാൻ്റെ കള്ള ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് ക്ഷമിക്കാൻ കഴിഞ്ഞെങ്കിലേ ക്ഷമ അറിയുള്ളൂ. പതുക്കെ കൽബിൽ നിന്ന് ഇങ്ങനെ പോയി ആ കൽബിൽ നിന്ന് അടങ്ങേറ് പോണേന് എന്താ അറിയില്ല, ക്ഷമ എന്ന് പറയില്ല. സ്വതുമത്തിലൂലയിൽ വരണം, അപ്പോഴെന്താവുള്ളൂ, ക്ഷമയാവുള്ളൂ. തഫക്കുൻ അലൈഹി.
അല്ലാ നിൽക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വാലിഹി വസ്വാബി അജ്മഈൻ. വായിച്ചോളിന്നാല്. റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യമൂതു ലി മുസ്ലിമിൻ സലാസത്തും മിനൽ വലദി. ഒരു മുസ്ലിമിനും തന്നെ മക്കളിൽ നിന്ന് മൂന്നെണ്ണം മരിക്കൂല. ഫേലിജന്നാറോ, അങ്ങനെ അവൻ നരകത്തിൽ പ്രവേശിക്കാൻ നിറഞ്ഞതും ഉണ്ടാവൂല. മൂന്ന് മക്കൾ ഒരാൾക്ക് മരിച്ചിട്ട് നരകത്തിൽ കറഞ്ഞുണ്ടാവില്ല. ഇല്ലാ തഹില്ലത്തിൽ കസമീ, അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞതായ കാര്യത്തെ തഹല്ലത്ത് ചെയ്യലല്ലാതെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വാക്ക് പറയുമിക്കുമില്ല വാരിദുഹ കാനാല റബ്ബിക ഹത്മം മഖദിയ്യ എന്ന് ഖുർആനിൽ പറഞ്ഞു. നിങ്ങൾ എല്ലാവരും നരകത്തിൽ നിന്ന് പോയി പോരുന്നാണ്. ആ ഉറൂദിൻ്റെ മനി ഒരുപാട് ഖിലാഫുണ്ട് തഫ്സീർ എന്താന്നുള്ള കാര്യത്തിൽ. എല്ലാവരും ഒന്ന് പോയി പോരുന്ന പറഞ്ഞാൽ അതിൻ്റെ മേലെ പാലുണ്ടല്ലോ ഇമകൾ പോകുന്നതാണ് അതിൻ്റെ മായന. അതല്ല ഇല്ല, ഒന്ന് പോയി എല്ലാവരും ഒന്ന് 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 മുക്കി എല്ലാവരും നരകത്തിലൊന്ന് മുക്കിയെടുക്കും എന്നാണ് അതിൻ്റെ മായനാന്ന്. അല്ല അതിൻ്റെ അടുത്ത പരിസരത്തൂടെ പോയി പോരുന്നതാണ് അതിൻ്റെ മായനാന്ന്. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വൈമിങ്കം ഇല്ല വാരുതു. അനുകൾ ഒരാൾ തന്നെ ഇല്ല നരകത്തുങ്ങൾ പോയി വന്നിട്ടല്ലാതെ എന്നുണ്ട്. എല്ലാവരും ഉറൂദുണ്ട്. അപ്പോൾ ആ ഒരു ഉറൂദ് പോയി പോരുന്നുണ്ട്, തഹില്ലത്തുണ്ട്. ആ ഒരു വാക്ക് പാലിക്കാനുള്ള ഒരു നരകത്ത് കയറ്റില്ല. അല്ലാതെ എന്ത് ചെയ്യൂല, നരകത്തിൽ ശാശ്വതമായിട്ട് പ്രവേശിക്കൂല. തവക്കുന്നലേ വഅൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിനിസ്വത്തി മിനൽ അൻസാർ. അൻസാരികൾപ്പെട്ടതായിരിക്കുന്ന സ്ത്രീ സംഘത്തോട് മുത്തനബി പറഞ്ഞു, ലാ യമൂതു ലി ഇഹ്ദാകുന്ന സലാസ. എൻ്റെ അഹദുല്ലാക്കിന്ന എന്നൊക്കെ ഇതിൽ ഇഹ്ദാകുന്ന നിങ്ങളിൽ ഒരാൾക്ക് മരിക്കൂല. സലാസത്തും മിനൽ വലദി, മക്കളിൽ നിന്ന് മൂന്നെണ്ണം മരിക്കൂല. ഫതഹ്തസിബുഹു, എന്നിട്ട് അവൾ കൂലി തേടുകയും പ്രതീക്ഷിക്കുകയും ചെയ്യൂല. ഇല്ലാ ദഖലത്തിൽ ജന്ന, അവൾ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടല്ലാതെ. ഒരു പെണ്ണിന് 3 കുട്ടികൾ മരിച്ചു. അള്ളാൻ്റെയൊക്കെ വെച്ചാൽ കൂലി കിട്ടുമല്ലോ, സ്വർഗം കിട്ടുമല്ലോ എന്ന് പൂരിയും വെച്ചുക്കണോ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് കൊടുക്കുകയും ചെയ്യും, സ്വർഗപ്രവേശനം കൊടുക്കുകന്നെ ചെയ്യും. കൂട്ടത്തിൽ പെണ്ണ് ചോദിച്ചു, അവിസിനാനി, 2 എണ്ണമുള്ളെങ്കിലോ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ തിരുദൂതരെ, കാല അവിസിനാനി, അല്ല ഇനി 2 ആയാലും എന്ന് പറഞ്ഞപ്പം റവാഹു മുസ്ലിം വഫീ റിവായത്തിൽ ലഹുമാ, ബുഖാരിൻ്റെ മുസ്ലിമിൻ്റെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, സലാസത്തുൻ ലം യബ്ലുൽ ഹിൻസാ, പ്രായപൂർത്തിയിലെത്തിക്കാത്ത 3 മക്കൾ. പ്രായപൂർത്തിയാകാത്ത, അങ്ങനെയും കൂടി നിബന്ധന ഉണ്ട് ഇവിടെ ഈ മറ്റ് റിപ്പോർട്ടിൽ. വഅൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു റിപ്പോർട്ട്, അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലുല്ലാഹ്, അല്ലാഹ് പറയുന്നുണ്ട്. ഇന്ന് ഖുദ്സി ഹദീസ് അതിന് പറയാം. അല്ലാഹ് പറയുന്നുണ്ട് എന്ന് പറഞ്ഞതിന് എന്താണ് ഹദീസിൽ അല്ലാഹ് പറയുന്നത്? മാലി അബ്ദിയൽ മുഅ്മിനി ഇന്ദി ജസാ, എൻ്റെ സത്യവിശ്വാസിയായ ഒരടിമക്ക് എൻ്റെ അടുക്കൽ പ്രതിഫലമില്ല. ഇദാ ഖബൽതു സഫിയ്യഹു മിൻ അഹ്ലി ദുനിയ, ദുനിയാവിൻ്റെ ആളുകളിൽപ്പെട്ട അവൻ്റെ പ്രിയപ്പെട്ട ആളെ ഞാൻ പിടിച്ചു കൊണ്ടുപോയാൽ അവന് പ്രതിഫലം ഇല്ല. സുമ്മഹ്തസബഹു, അതിന് കൂലി അവൻ തേടുകയും ചെയ്തു. അള്ളാൻ്റെ കല്ലാ അല്ലേ, കൂലിക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിക്കുകയും ചെയ്തു. അങ്ങനത്തെ ഒരു മുഅ്മിനായ അടിമക്കൊരു ജസാവും തന്നെ ഇല്ല. ഇല്ലൽ ജന്ന, സ്വർഗമല്ലാതെ. ഭാര്യനെ അല്ലെങ്കിൽ ഭർത്താവിനെ അല്ലെങ്കിൽ മക്കളെ ഉമ്മാനെ ഉപ്പാനെയൊക്കെ കൊണ്ടുപോയപ്പം വിചാരിച്ചു അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുപോയത് അള്ളാഹുവിൻ്റെ വിധിയാണ്, ഇതിനൊക്കെ പകരം ഞാൻ ക്ഷമിച്ചാൽ എനിക്ക് കൂലി തന്നോളല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ ആ ഒരു ചിന്തയിൽ നിന്നാൽ അള്ളാഹു എന്ത് കൊടുക്കും? സ്വർഗം തന്നെ കൊടുക്കും. റവാഹുൽ ബുഖാരിയു. عن أبي سعيد الخدري رضي الله عنه أنه قال لعن رسول الله صلى الله عليه وسلم, റസൂലുള്ളാഹി ശപിച്ചിട്ടുണ്ടാരൻ നായിഹത്ത, മയ്യത്തിൻ്റെ മേൽ വിളിച്ചാർക്കണ പെണ്ണിനെയും വൽ മുസ്തമിയത്ത, അത് കേൾക്കാൻ കുത്തരിക്കുന്ന ആളുകളെയും. പണ്ടൊക്കെ അങ്ങനെ ജാഹിലിയ്യ കാലത്തെല്ലാം ഉണ്ടായിന്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ 40 ദിവസം കരയാം, അതിൽ എത്ര പൈസ നീക്കിക്കാന്ന് പറഞ്ഞാൽ പൈസ മാറ്റി വെക്കും. അപ്പോൾ നല്ലോ അതിൻ്റെ സ്പെഷ്യലിസ്റ്റേക്ക് നല്ലോണം കരയാൻ അറിയും ചെയ്യും. നീ കണ്ണീർ ഒഴിക്കുക തന്നെ കരയാൻ വയ്ക്കുകയും ചെയ്യും. ഇത്ര മണിക്കൂർ കരഞ്ഞാൽ എത്ര റുപ്യ. അപ്പോൾ 40 ദിവസമൊക്കെ വീട്ടിൽ കരയുക, ചിലരൊക്കെ 2 ആഴ്ച കരയുക. അങ്ങനെയൊക്കെ അതിനനുസരിച്ച് പൈസക്കനുസരിച്ചൊക്കെ കരയിപ്പിച്ച ആൾക്കാരെ. അതിന് നായിഹത്തുകൾ നാട്ടുകുളമ്പാടുണ്ടാവുകയും ചെയ്യും. അങ്ങനത്തെ നായിഹത്തുകൾ ഉണ്ടാവും. ആ നായിഹത്തിന് കേൾക്കാൻ കുത്തിരിക്കണ കുറച്ച് ആൾക്കാരുണ്ട്. അവർ ഈ കരിനോൻ ഡ്രസ് കിട്ടണമെങ്കിലും വേണ്ട, ചുറ്റും കുറേ ആൾക്കാർ കാണാനും കുത്തിരിക്കുക. അപ്പോഴല്ലേ ഈ കരിനോനെ രസമുള്ളൂ. പിന്നെ പ്രവാഹമാവൂല.
وعن سعيد بن أبي وقاص رضي الله عنه أنه قال رسول الله صلى الله عليه وسلم അജബുല്ലിൽ മുഅ്മിനീ സത്യവിശ്വാസിൻ്റെ കാര്യം മഹാത്ഭുതമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ. ഇൻ അസാബഹു ഖൈർ, ഒരു ഖൈർ അതാ അവൻ്റെ മനസ്സിൽ ഇഷ്ടമുള്ളൊരു കാര്യം മോൻ എത്തിക്കഴിഞ്ഞാൽ ഹമിദല്ലാഹ വശക്കർ, അള്ളാഹ്ക്ക് ഹംദും ശുക്റും അർപ്പിക്കും. അങ്ങനെയാണ് ഒരു നല്ലൊരു കാര്യം കിട്ടിയ അൽഹംദുലില്ലാഹ്. അതേ സ്ഥലത്തിലോ വൈന്നസാബത്തുഹു മുസീബ, മുസീബത്ത് വല്ലതും പറ്റിയാലോ അപ്പോഴും ഹമിദല്ലാഹ വസബർ, അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അപ്പോഴും സ്തുതി അർപ്പിക്കുകയും ക്ഷമിക്കുകയും ചെയ്യും. മുഅ്മിനിൻ്റെ കാര്യം അത്ഭുതമാണ്. എയിൽ പോയാലും ഹൈർ തന്നെ. ഓൻ എയിൽ പോയാലും അന്മീക്കാ പോയി ചാടുന്നത്. കാല് വെച്ചുത്തി വരുത്തായി ആയിക്കോട്ടെ അൽഹംദുലില്ലാഹ്, സാരല്ല, എൻ്റെ പാപങ്ങളൊക്കെ പുറത്തു പോയല്ലോ, സാറായി. അതല്ല അവന് വലിയ സന്തോഷമുള്ള ന്യൂസിൽ കിട്ടി, അൽഹംദുലില്ലാഹ് അല്ലേ. എന്ത് കിട്ടിയാലും അൽഹംദുലില്ലാഹ്. നമ്മളെ നാട്ടിൽ അങ്ങനെ എന്ത് ചെയ്യില്ലെന്നറിയോ? എടാ എൻ്റെ വാപ്പ മരിച്ചോലാന്ന് അൽഹംദുലില്ലാഹ് അറിയൊന്നുമില്ല, അതും പറയാം അറബിയാണ്. ഒരാളെങ്ങനെയാണ് എൻ്റെ പിന്നെ മകൻ മരിച്ചു പറഞ്ഞാലും അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ശരി. വൽ മുഅ്മിനു, മുഅ്മിന് യുജറു ഫീ കുല്ലി അംരിഹി, അവൻ്റെ സർവകാര്യത്തിലും അവന് പ്രതിഫലം നൽകപ്പെടുന്നുണ്ട്. മുഅ്മിനിൻ്റെ എല്ലാത്തിലും കൂലിയാണ്. നോക്കണേലും കൂലി, കാണണേലും കൂലി, കേൾക്കണേലും കൂലി, ചെയ്യണേലും കൂലി, നടക്കണേലും ഇരിക്കണേലും അടക്കി കൂലി തന്നെ ഓന് കിട്ടുന്നത് മുഴുവൻ. ഹത്താഫില്ലുക്കമത്തി, ഒരു പിടി ഭക്ഷണത്തിൽ വരെ ഓന് കൂലി കിട്ടുന്നുണ്ട്. ആ പിടി ഭക്ഷണത്തിനെ അവൻ ഉയർത്തുന്നു. എങ്ങട്ട്? ഇലാ ഫിംറാത്തിഹി, ഭാര്യൻ്റെ വായിലേക്ക്. ഫാമ് വൽ ഫാമു ഹൈസുൽ മീമു മിൻഹു ബാന എന്ന് പറഞ്ഞാൽ ഫമെന്ന് മീമു ആയാൽ ഫീ എന്നുണ്ടാവും. അത് റഫിൻ്റെ നേരത്ത് ഫീ ഫൂ അറിയും, നസ്ബിൻ്റെ നേരത്ത് ഫാ എന്നറിയും, ജറിൻ്റെ നേരത്ത് ഫീ എന്നറിയും. അത് അവിടെ ഇലുണ്ടായതുകൊണ്ട് ഇലാ ഫിംറാത്തിഹി, ഭാര്യൻ്റെ വായിലേക്ക്. റവാഹുൽ ബൈഹഖി ഫീ ശുഅബിൽ ഈമാൻ. പിന്നെ وعن أنس رضي الله عنه أنه قال رسول الله صلى الله عليه وسلم ما من مؤمن, ഒരു മുഅ്മിൻ തന്നെ ഇല്ലാ വലഹു ബാബാൻ, അവന് ഡബിൾ ഗേറ്റ് ഉണ്ടായിട്ടല്ലാതെ. ഡബിൾ ഗേറ്റ് ഉണ്ട് ഏതൊരു മുഅ്മിനിക്കും. ബാബുൻ, ഒരു ഗേറ്റ്, യസ്അദു മിൻഹു അമലുഹു, ആ വാതിലൂടെയാണോ അമലുകൾ കയറിപ്പോകുന്നത്. വബാബുൻ, മറ്റൊരു ഗേറ്റ്, യൻസിലു മിന്നു റിസ്ഖുഹു, അതിലൂടെയാണോ അവനുള്ള റിസ്ഖ് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ഫൈദാ മാത്ത ബഖയ അലൈഹി, ആ രണ്ട് ഗേറ്റുകളും ഇവൻ്റെ മേലിൽ ഇവൻ മരിക്കുന്ന സമയത്ത് കരയുകയാണ്. ഫദാലിക ഖൗലുഹു തആല, അതാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്. ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർള്, ഒരു വിഭാഗം വിശ്വാസികൾ അവിടെ പ്രവാചകന്മാരെ കളവാക്കിയപ്പോൾ അവരുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദാബ് ഇറക്കി. ഇങ്ങോട്ട് അല്ലാഹു പറയാണ് ഫമാ ബകത് അലൈഹിമുസ് സമാഉ വൽ അർളു, സമാഉം അർളും ഓലെ മേൽ കരഞ്ഞില്ല എന്ന് ആരെ പറ്റി പറഞ്ഞു? അവരെ പറ്റി പറഞ്ഞപ്പോൾ അതാണ് ഖുർആൻ അല്ലാഹു സൂചിപ്പിച്ചത്. മുഅ്മിനിക്ക് അങ്ങനെയല്ല. മുഅ്മിനായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന് വേണ്ടി സമാവും അർളും എന്ത് ചെയ്യും? അവന് വേണ്ടി കരയും. റവാഹു തിർമിദിയോ വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന ലഹു ഫർത്താനി മിൻ ഉമ്മത്തി അദ്ഖലഹുല്ലാഹു ബിഹിമൽ ജന്ന, മൻ വല്ലൊരുത്തനും കാനലഹുനിക്ക് ഉണ്ടായാൽ ഫറത്താനി, രണ്ട് കുരുന്നുകൾ വിരുന്ന് വേറെ മുന്നോട്ട് നിന്നാണ് വരി അവത്തേക്ക് വിളിക്കുന്ന ആൾക്കാർക്കാണ് എന്താ പറയുക, മുൻവിരുന്ന് എന്നാ പറയാം. രണ്ട് മുൻവിരുന്നുകാരായ കുരുന്നുകൾ ആർക്കെങ്കിലും ഉണ്ടായാൽ എൻ്റെ ഉമ്മത്തിൽപ്പെട്ട അദ്ഖലഹുല്ലാഹു ബിഹിമാ, രണ്ട് മക്കളെ കൊണ്ട് അല്ലാഹു അവനെ പ്രവേശിപ്പിക്കും അൽ ജന്ന, സ്വർഗത്തിൽ. ഫഖാലത്ത് ആയിഷത്തു, ആയിഷ ബീവി ചോദിച്ചു, ഫമൻ കാന ലഹു ഫറത്തും മിൻ ഉമ്മത്തിക, അപ്പോൾ ഒരു കുരുന്ന് മാത്രമേ ഒരാൾക്ക് കുട്ടിക്കാലത്ത് മരിച്ചു പോയിട്ടുള്ളെങ്കിലോ? കാല, അപ്പം തങ്ങൾ പറഞ്ഞു, വമൻ കാന ലഹു ഫറത്തുൻ യാ മുവഫഖത്തു, തൗഫീഖ് ചെയ്യപ്പെട്ട മണ്ണേ, ഒരു ഫറത്ത് ഒരാൾക്കുണ്ടായാൽ ഫഖാല ഓൽക്കുന്ന് പറഞ്ഞു മുത്തനബി. വമൻ കാന ലഹു ഫറത്തുൻ എന്ന് ഒരു കുട്ടി ഒരു ഫറത്തുണ്ടായാലോ അങ്ങനെ തന്നെയായിരുന്നു. ഫമൻ ലം യകുൻ ലഹു ഫറത്തുൻ ഉമ്മത്തിക കാല,
അന ഫറത്തു ഉമ്മത്തി, ആർക്കെങ്കിലും ഒരു കുട്ടിയും മരിച്ചില്ലെങ്കിലോ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾക്കും ഇല്ലെങ്കിൽ ഞാൻ അവനിക്ക് എൻ്റെ ഉമ്മത്തിനിക്ക് ഞാൻ മുൻവിരുന്നുകാരനാണ്. ലയുസാബൂ ബിമിസിലീ, അവർക്ക് എന്ത് ചെയ്തിട്ടില്ല, എൻ്റെ മിസിൽ കൊണ്ട് മുസീബത്താക്കപ്പെട്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എന്ത് ചെയ്ത് എത്ര മരിച്ചിന്? 6 മക്കളും കുട്ടിക്കാലത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? മരിച്ചു പോയിട്ടുണ്ട്. ഫാത്തിമ ബിയല്ല. റവാഹു തുർമുദി വഖാല ഹാദാ ഹദീസുൻ ഗരീബ്. وعن أبي موسى الأشعري رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم إذا مات ولد العبد, ഒരടിമൻ്റെ വലത് മരിച്ചു കഴിഞ്ഞാൽ ഖാല അല്ലാഹു തആല, അല്ലാഹു പറയും മലായികത്തി, മലക്കുകൾ ചോദിച്ചു ഖബൽതും വലദ അബ്ദി, എൻ്റെ അടിമൻ്റെ വലതിനെ നിങ്ങൾ പിടിച്ചുവോ? ഫയഖൂലൂന നഅം, അതെ. മലക്കുകൾ പറയും ഓ പറയും. ഫയഖൂലു, അല്ലാഹു ചോദിക്കും ഖബൽതും സമറത ഫുആദിഹി, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ സമറത്തിനെ, ഫലത്തെ നിങ്ങൾ പിടിച്ചുകൊണ്ട് പോന്നോ? ഫയഖൂലൂന നഅം, അപ്പോഴും അവർ പറയും അതെ അല്ലാഹ്. ഫയഖൂലു, അല്ലാഹു ചോദിക്കും മാദാ ഖാല അബ്ദി, അവൻ്റെ ഹൃദയത്തിൻ്റെ സമറത്തിന് നിങ്ങൾ തട്ടിയെടുത്തപ്പോൾ എൻ്റെ അടിമ എന്താണ് പറഞ്ഞത്? ഫയഖൂലൂനാര് പറയും ഹമിദക വസ്തർജഅ, അൽഹംദുലില്ലയും ഇന്നാലിൻ്റെയും ചൊല്ലി, ഇന്നാലില്ല ഇന്നാലേ റാജിഊൻ എന്ന് പറഞ്ഞാൽ അസ്തർജഅ എന്നറിയാം. അയാൾ എന്ത് പറയും? അൽഹംദുലില്ലാ എന്നും ഇന്നാലില്ലയും ചൊല്ലി. ഫയഖൂലു അല്ലാഹു, അപ്പോൾ അല്ലാഹു പറയും ഇബ്നൂലി അബ്ദി ബൈതം ഫിൽ ജന്ന, എൻ്റെ അടിമക്ക് നിങ്ങൾ സ്വർഗത്തിൽ ഒരു വീട് പണിയണേ. സുമൂഹുങ്ങളുടെ അതിന് പേര് പറഞ്ഞോളി, ബൈത്തുൽ ഹംദ്, ബൈത്തുൽ ഹംദ് എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തോളി. സ്തുതിച്ചതുകൊണ്ട് കിട്ടിയ വീട്, അള്ളാനെ സ്തുതി കിട്ടിയ വീടാണ്. ബൈത്തുൽ ഹംദ് എന്ന് പേരിട്ടുകയും ചെയ്തോളി. റവാഹു അഹ്മദ് തുർമുദി വൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി മൻ അസ്സാ മുസാബൻ, മുസീബത്തിലാക്കപ്പെട്ടവനെ ആരെങ്കിലും സമാധാനിപ്പിച്ചാൽ ഫലഹോ മിസ്ലു അജ്രിഹി, ആ മുസാബിൻ്റെ കൂലിയോട് സമാനമായ കൂലി ഈ മുഅസ്സിൻ ഈ തഅസീദ് ചെയ്താക്കും ഉണ്ട്. മനസ്സിലായി? തഅസീദ് ചെയ്യണം, ശരി, സമാധാനിപ്പിക്കേ, സാരല്ല അതൊക്കെ പറഞ്ഞങ്ങാണ്ടോ അവനെ എങ്ങനെ പറഞ്ഞാലാണോ ഓൻ്റെ മനസ്സിൽ നിന്ന് പ്രയാസം തീരുക, അങ്ങനത്തെ വാക്ക് പറഞ്ഞിട്ടും ചെയ്തിട്ടും ഓനെന്ത് ചെയ്യുക, അതിനാണ്ട് സമാധാനിപ്പിച്ചാൽ ആ മുസാബിന് കിട്ടുന്ന കൂലിയോട് സമാനമായ കൂലി ആർക്ക് കിട്ടും? ഈ തഅസിയത്ത് ചെയ്തവനിക്ക് കിട്ടും. റവാഹു തുർമുദി വഇബ്നു മാജ വഖാല തുർമുദി ഹാദാ ഹദീസുൻ ഗരീബാൻ ലാ നഅരിഫു മർഫൂഅൻ, ഈ ഹദീസിൻ്റെ റസൂലുള്ളാഹിയിലേക്ക് ഉയർത്തപ്പെട്ടതായിട്ട് നമ്മൾ അറിഞ്ഞുകൂടാ. ഇല്ലാ മിൻ ഹദീസി അലി ഇബ്നു ആസിം റാവി, അലി ഇബ്നു ആസിം റാവിയായ അലി ഇബ്നു ആസിമിൻ്റെ വൈക്കല്ലാതെ മർഫൂആയി കിട്ടിയില്ല. ബാക്കിയുള്ള വൈക്കൊക്കെ കിട്ടിയത് മൗഖൂഫായിട്ടാണ്. എന്നാൽ മുത്തനബിയിലേക്ക് മുട്ടിയതായിട്ട് ഇരുആൾ വൈക്കാ കിട്ടിയത്. വഖാല വറവാഹു ബഅദുൻ മുഹമ്മദ് ബിൻ സൂഖ, മുഹമ്മദ് സൂഖൻ്റെ വയനെ തൊട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വ്യാദിൽ സിനാദി മൗഖൂഫൻ, ഇതേ പരമ്പരയിൽ തന്നെ മൗഖൂഫായിട്ടാണ്. എന്ത് ചെയ്തിട്ടില്ല? റസൂലുള്ളാഹിയിലേക്ക് മുട്ടിയേറ്റ് പറഞ്ഞിട്ടില്ല. وعن أبي برزة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من نزا ثقلا كسي بردا في الجنة, സെക്കിലത്ത് പിന്നെ യാ സുക്കില എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ കുടുങ്ങിയല്ലോ അങ്ങനത്തെ ആൾക്കാർ ആരെങ്കിലും സമാധാനിപ്പിച്ചാൽ കുസിയായി സമാധാനിപ്പിച്ചവനിക്ക് ധരിപ്പിക്കപ്പെടും ബുർദം ഫിൽ ജന്ന, സ്വർഗത്തിൽ അവന് നല്ല ഒരു ബുർദ്, ഒരു വസ്ത്രം ധരിക്കപ്പെടും. റവാഹു തുർമുദി വഖാല ഹദീസുൻ ഗരീബ്. മൂന്നാം ഫസ്ൽ വരുന്നതാ, വായിച്ചോടി. عن عبد الله بن جعفر رضي الله عنه أنه قال لما جاء نعي جعفر, ജാഫർ റളിയല്ലാഹു അൻഹു മരിച്ച വിവരം എത്തിയപ്പോൾ അബ്ദുല്ലാഹ് എന്നൊരു പറയാണ്, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പുത്രൻ പറഞ്ഞു, ഇസ്നഊലി ആലി ജാഫരിൻ തഅമാ, ജാഫറിൻ്റെ കുടുംബത്തിലേക്ക് ഭക്ഷണം തയ്യാറാക്കി കൊടുക്കടാ. കാരണം അയാളുടെ ഭാര്യ മക്കളൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുകയാണേ, ഒക്കെ തിന്നാനും കുടിച്ചാലും കുത്തിരിക്കൂലേ. അപ്പം എന്ത് ചെയ്തോളി,
ആ കുടുംബത്തിനേക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കി. ഫഖദ് അത്താഹും മാഷാലുഹും, അവരെ ജോലിയാക്കുന്ന പ്രശ്നം അവർക്ക് വന്നിട്ടുണ്ട്. ഉപ്പാൻ്റെ മരണമാണ് അവർക്ക് ഉണ്ടാകുന്നത്. ഉപ്പ മരിച്ച നേരത്ത് അവിടെ ഇങ്ങനെ ചോറ് കൂട്ടാനുണ്ടാക്കി തിന്നുന്ന പണിയല്ല. പിന്നെ ഓൽക്ക് പടച്ചോനെ വാപ്പ മരിച്ചല്ലോ എന്നുള്ള ടെൻഷനിലേക്ക് ആരുണ്ടാകുക, മക്കൾ ഭാര്യ സന്താനങ്ങൾ ഉണ്ടാകുക. അതുകൊണ്ടാണ് ജാഫറിൻ്റെ ആലിലേക്ക് എന്തുണ്ടാക്കി കൊടുക്കി, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കി എന്ന് പറഞ്ഞത്. റവാഹു തിർമിദിയു അബൂദാവൂദ വഇബ്നു മാജാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽ ഫസ്ലു സാലിസു അനിൽ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു അന്നഹു ഖാൽ സമീഅതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂലിനെ ഞാൻ കേട്ടു, യഖൂലു പറയണ കേട്ടു, മന്നീഹ അലൈഹി, ആരുടെ മേലെങ്കിലും നിയാഹത്ത് നടത്തപ്പെട്ടാൽ, ഏതെങ്കിലും മനുഷ്യൻ മരിച്ചിട്ട് അതിന് ബാക്കിയുള്ളവരെന്നായിട്ട് വിളിച്ചാർന്ന് നുറോളിച്ച് ഒച്ചുവിളി ഉണ്ടാക്കിയാൽ, ഫൈന്നഹു, നിശ്ചയമായിട്ടും ഈ മയ്യിത്ത് യുഅദ്ദബു, ഓനെ ശിക്ഷിക്കപ്പെടും, ബിമാ നിഹ അലൈഹി, അവൻ ഇങ്ങനെ നിയാഹത്ത്, ഓൻ്റെ മേൽ നിയാഹത്ത് ചെയ്യപ്പെട്ടത് കാരണമായി, യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നിന്ന് റസൂലുള്ള പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തഫഖുൻ അലൈഹി. ശരിയല്ലേ? അതിനെ പറ്റി ഇമാമികൾ വിവരിക്കണം, അല്ലാതെ നമുക്കായി പറയാൻ പറ്റൂല. ഇമാമികൾ എന്താ പറഞ്ഞത്? ഒന്നുകിലോ വസിയത്ത് ചെയ്തിട്ട് നോളിച്ചതാവണം, അല്ലെങ്കിൽ ഓനെ കൊണ്ട് തൃപ്തിപ്പെട്ട ആളായിരിക്കണം. പിന്നെ വൻ അംറത്ത ബിൻതി അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു അന്നഹാ കാലത്ത്, അംറ ബീവി പറയാണ്, സമീഅതു ആയിഷത, ആയിഷ റളിയല്ലാഹു അൻഹാനെ ഞാൻ കേട്ടു, ഏത് സീൽ വദുക്കിറ ലഹാ, മഹദിയോട് പറയപ്പെട്ടിരുന്നു, അന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമറ, ഇബ്നു ഉമർ യഖൂലു പറയുന്നുണ്ട്, ഇന്നൽ മയ്യിത്ത ലയുഅദ്ദബു ബികായിൽ ഹയ്യ അലൈഹി, ജീവിച്ചിരിക്കുന്നവർ മരിച്ചവൻ്റെ മേൽ കരയുകയിലുണ്ട്, മയ്യിത്ത് ശിക്ഷിക്കപ്പെടുമെന്ന് ഇബ്നു ഉമർ പറയുന്നുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹാനോട് പറയപ്പെട്ടപ്പോൾ, ആയിഷ ബീവി തഖൂലു പറയാണ്, യഗ്ഫിറുല്ലാഹു ലി അബീ അബ്ദുറഹ്മാൻ. അബൂ അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞത് ഇബ്നു ഉമറിനെ പറ്റിയാണ്. ഇബ്നു ഉമർ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ആമാ, നിങ്ങൾ അറിയണം, ഇന്നഹു ലം യക്ദിബ്, ഇബ്നു ഉമർ നുണ പറഞ്ഞതൊന്നും അല്ല, വലാകിന്നഹു നസിയ, ഒന്നുകിൽ മൂപ്പർക്ക് എന്തോ ഒരു മറവി പറ്റിയതായിരിക്കണം, ഔ അഖ്ത, അല്ലെങ്കിൽ എന്തോ പറഞ്ഞപ്പം പേച്ചതായിരിക്കണം. ഇന്നമാ മറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദിയത്തിൻ, മുത്തനബി ഒരു ജൂതത്തി പെണ്ണിനരികൾ നടന്നു പോവുകയായിരുന്നു. യുബ്ക അലൈഹ, അവളുടെ മേൽ ഇങ്ങനെ കരയപ്പെടുന്നുണ്ട്. ഫഖാല, അപ്പം അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഇന്നഹും, നിശ്ചയമായിട്ടും ജനങ്ങൾ, ലയബ്കൂന അലൈഹ, ആ ജൂതത്തിൻ്റെ മേൽ കരയുകയാണ്, വഇന്നഹാ ലതുഅദ്ദബു ഫീ ഖബ്രിഹാ, ജൂതത്തി അതിൻ്റെ പേരിൽ കബർ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓലിപ്പോൾ ആ ജൂതത്തിൻ്റെ പേരെന്നോളോ വിളിക്കുക, യഥാർത്ഥത്തിൽ ജൂതത്തി എന്തിയാണ് ഖബറിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മറ്റോലിപ്പോൾ എന്തിനാണ് നോളിച്ചത്, പടച്ചോനെ നമ്മളമ്മ പോയല്ലോ എന്ന്, അതിൻ്റെ പേരിലാണ് ഓലാര് കരയണത്, ജനങ്ങൾ കരയണത്, കുടുംബങ്ങൾ കരയണത്. യഥാർത്ഥത്തിൽ ആ പെണ്ണെന്ത് ചെയ്തുകൊണ്ടിരിക്കാൻ ശിക്ഷപ്പെട്ടു. അപ്പോൾ ജൂതത്തിയായതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട് നടത്താനാണ് ആ മുത്തനബി പറഞ്ഞത്. ഇബ്നു ഉമർ കേട്ടോടത്ത് ഒന്നൊക്കെ പറഞ്ഞ് പേച്ചതാണ് കാരണം, അല്ലെങ്കിൽ മറന്നതാണ് കാരണം, ആയിഷ റളിയല്ലാഹു പറഞ്ഞ് ഞാൻ കേട്ടു എന്ന് അംറത്ത് റളിയല്ലാഹു അൻഹ പറയാം. പിന്നെ وعن عبد الله بن أبي مليكة رضي الله عنه أنه قال توفيت بنت لعثمان بن عفان بمكة, മക്കത്ത് വെച്ച് ബഹുമാനപ്പെട്ട ഉസ്മാൻ എന്നവർക്ക് ഒരു മോള് മരിച്ചുപോയി. ഫജീന, ഞങ്ങൾ ചെന്നു, ഇബ്നു ഉമറ, അങ്ങനെ ഞങ്ങൾ ആ ജനാസൻ്റെ അടുക്കൽ ഹാജരാകാൻ വേണ്ടി ഞങ്ങൾ ചെന്നു. ഇബ്നു ഉമർ ഇബ്നു അബ്ബാസ്, അപ്പോൾ ആ സമയത്ത് അവിടെ ഹാജറുണ്ട്, ഇബ്നു ഉമറും ഇബ്നു അബ്ബാസും ഹാജറുണ്ട്. ഫൈനീലജാലിസും ബൈനഹുമാ, ഈ രണ്ട് സഹാബാക്കൾക്കിടയിലാണ് ഞാനിരിക്കുന്നത്. ആരാ പറഞ്ഞത്? അബ്ദുല്ലാഹി ഇബ്നു അബീ മുലൈക്ക പറയാണ്, ഞാൻ ഈ രണ്ട് പ്രഗത്ഭന്മാരായ സഹാബാക്കൾക്കിടയിലിരിക്കുകയാണ്. ഫഖാല അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അപ്പോൾ ഇബ്നു ഉമർ പറഞ്ഞു, അംർ ഇബ്നു ഉസ്മാനോട് ഇബ്നു ഉമർ പറഞ്ഞു, ഓ വാജിഹു, ഇങ്ങനെ മുന്നിട്ട് നിൽക്കുകയാണ്, അലാ തൻഹ അനിൽ ബുക്കായ്, നിങ്ങൾ എന്താ ഈ കരച്ചിൽ മുടക്കണില്ലേ? ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല, ഇന്നൽ മയ്യിത ലയുഅദ്ദബു ബികായി അഹ്ലിഹി അലൈഹി,
മയ്യത്തിൻ്റെ അയലുകാർ ഈ മയ്യത്തിൻ്റെ പേരിൽ കരഞ്ഞത് കാരണമായി മയ്യത്ത് ശിക്ഷിക്കപ്പെടുന്ന അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞിട്ടില്ല, എന്താ നിങ്ങൾ ഈ കരച്ചിൽ നിർത്തുന്നില്ലേ ചോദിച്ചു. ആരോട്? അംർ ഇബ്നു ഉസ്മാനോട്. ആര് ചോദിച്ചു? ഇബ്നു ഉമർ ചോദിച്ചു. ഖാല ഇബ്നു അബ്ബാസ്, ഇത് കേട്ടപ്പോൾ ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഖദ് കാന ഉമർ യഖൂലു ബഅദ ദാലിക, ഇത് ഇദ്ദേഹത്തിൻ്റെ ഉപ്പയാകുന്ന ഉമർ എന്നവരും പറയാറുണ്ടായിരുന്നു കുറച്ചൊക്കെ. സുമ്മ ഹദ്ദസ, പിന്നെ ഇബ്നു അബ്ബാസ് ഒരു ഹദീസ് പറഞ്ഞു. ഫഖാല, ഇങ്ങനെയാണ് പറഞ്ഞത്, സ്വദർതു മഅ ഉമറ, ഉമറിൻ്റെ കൂടെ ഞാൻ മടങ്ങുകയായിരുന്നു മക്കത്ത, മക്കയിൽ നിന്ന്. ഹത്താ ഇദാ കുന്നാ ബിൽ ബൈദാ, അങ്ങനെ ബൈദായിൽ ഞങ്ങൾ എത്തിയപ്പോൾ ഫൈദാ ഹുവ യർകബൂ, ആ സമയത്ത് ഉമർ എന്നവർ വാഹനം കയറിയിരിക്കുകയാണ്. തഹത്ത ലില്ലി സമുറ, സമുറ മരത്തിൻ്റെ കീഴിൽ ഒരു വാഹനത്തിലാണ്. ഫഖാല ഇദ്ഹബ്, അപ്പോൾ പറഞ്ഞു ഇറങ്ങി. ഫല്ലൂർ മൻഹാവുലായ റുക്കബു, ഏതാണ് ഈ വാഹന സംഘം എന്ന് നമുക്കൊന്ന് നോക്കാം. ഫനദർത്തു, അപ്പം ഞാൻ നോക്കി. ഫൈദാ ഹുവ സുഹൈബുൻ, ആ സമയത്ത് അത് സുഹൈബ്, ഉമറിൻ്റെ കൂടെ ഉള്ളത് സുഹൈബാണ്. കാല, റിപ്പോർട്ട് പറയാണ്, ഫഖബർതുഹു, അങ്ങനെ ഞാൻ ഫഖ്തുഹു, അപ്പോൾ ഉമറിനോട് ഞാൻ പറഞ്ഞു. ഫഖാല, അഥവാ അങ്ങനെ പറഞ്ഞു, ഉദ്ഉഹു ഫറജഅതു ഇലാ സുഹൈബിൻ, ഫഖാല ഉദ്ഉഹു, അവനോട് വിളിച്ചു പറഞ്ഞു. ഫറജഅതു, അങ്ങനെ ഞാൻ മടങ്ങി, സുഹൈബിനടുത്ത് മടങ്ങി. ഫഖുൽതു ഇർതഹിൽ, വണ്ടി കയറിക്കൊള്ളുകയാണ്. ഫൽഹഖ അമീറൽ മുഅ്മിനീൻ, ഉമർ അമീറുൽ മുഅ്മിനീൻ വിളിക്കുന്നുണ്ട്, പോയി നോക്കുകയാണ്. ഫലമ്മാ നുസീബ ഉമറു ദഖല സുഹൈബുൻ യബ്കി, അങ്ങനെ ഉമർ എന്നവർക്ക് മുസീബത്താക്കപ്പെട്ടപ്പോൾ സുഹൈബ് എന്നവർ പ്രവേശിച്ചു. യബ്കി, കരയുന്നവരാ നിലയിൽ. യഖൂലു, പറയുന്നു, വാഹാ വസാഹിബാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സുഹൈബ് കയറുന്നത്. ഫഖാല ഉമർ പറഞ്ഞു, യാ സുഹൈബ് യാ തബ്കിയലയ്യ, എൻ്റെ മേലാണോടെ നീ കരയുന്നത്? വഖദ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ മയ്യിത ലയുഅദ്ദബു ബിബഅദി ബുകാഇ അഹ്ലിഹി അലൈഹി, ഇത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുക, നീ എൻ്റെ മേലിൽ കരയുക. ഫഖാല ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞു. ഫലമ്മ മാത ഉമറു, അങ്ങനെ പിന്നീട് ഉമർ എന്നവർ വഫാത്തായപ്പോൾ തഖറതു ദാലിക ലി ആയിഷ, ഈ സംഭവം ഞാൻ ആയിഷ ബീവിനോട് പറഞ്ഞു. ഫഖാലത്ത്, ആയിഷ പറഞ്ഞു, യർഹമുല്ലാഹു ഉമറ, ഉമറിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ലാ വല്ലാഹി, അല്ലാഹുവാണ് സത്യം, ഇല്ല മാ ഹദ്ദസ റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടില്ല എന്ത്, അന്നൽ മയ്യിത ലയുഅദ്ദബു ബികാഹി അഹ്ലിഹി അലൈഹി, ഇങ്ങനെ ആര് പറഞ്ഞിട്ടില്ല, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടില്ല. വലാകിൻ, എങ്കിലും, ഇന്നല്ലാഹ യസീദുൽ കാഫിർ അദാബാ, കാഫിറിന് അദാബിനാൽ ഏറ്റും, അല്ലെങ്കിൽ കാഫിറിന് അദാബിനെ ഏറ്റും, ബിബുകാഇ അഹ്ലിഹി അലൈഹി, ഈ കാഫിറിൻ്റെ അഹ്ലുകാർ കാഫിറിൻ്റെ മേൽ മരിക്കുമ്പോൾ കാഫിറിന് അദാബ് കൂട്ടുമെന്നല്ലാതെ ഒരു മുസ്ലിമായ മനുഷ്യൻ കബറിൽ പോയി കിടക്കുമ്പോൾ പെരക്കാർ നോഴ്ചതിന് മേലെന്ത് ചെയ്യൂല, ശിക്ഷിക്കുമെന്ന് അല്ലാഹു റസൂൽ പറഞ്ഞിട്ടില്ല. വകാലത്തെ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഹസ്ബുക്കുമുൽ ഖുർആൻ, ഖുർആൻ പോരങ്ങൾക്ക്, ഞാനിത് പറഞ്ഞ വിശ്വാസം വരില്ലെങ്കിൽ ഞാൻ ഓതി തരാ, കേട്ടോളി. വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ, ഒരു വാസിറത്തായ നഫ്സും ചുമക്കൂല, മറ്റൊരു തെറ്റ് ചെയ്ത് മറ്റൊരു നഫ്സിൻ്റെ കുറ്റം ചുമക്കൂല. തെറ്റ് ചെയ്ത് ഒരു നഫ്സും മറ്റൊരു തെറ്റ് ചെയ്ത നഫ്സിൻ്റെ എന്ത് ചെയ്യൂല, ഒരു ഇത് ചുമക്കൂല, ശിക്ഷ, പാപഭാരം ചുമക്കൂല. അവനാൻ്റെ ഭാരം അവനായേറ്റാൽ മതി, വേറെ ആൾ ചെയ്ത് തെറ്റ് വേറെ ആളെ മേത്തേക്ക് എന്ത് ചെയ്യൂല, തന്നെ ചുമത്തൂല എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഖാല ഇബ്നു അബ്ബാസ് പറയാണ്, എന്തതാലിക്ക, ഇത് കേട്ടപ്പോൾ, വല്ലാഹു അൽഹക വഅബ്കാ, അള്ളാഹുവാണ് ചിരിപ്പിക്കുന്നവനും അവനാണ് കരപ്പിക്കുന്നവനും. ഇബ്നു അബീ മുലൈക പറയാണ്, ഫമാ കാല ഇബ്നു ഉമറ ഷൈആ, ഇതങ്ങ് പറഞ്ഞപ്പോൾ ഇബ്നു ഉമർ മുണ്ടിയ തന്നല്ല. മുത്തഫഖുൻ അലൈഹി, മനസ്സിലായാണ്. അപ്പോൾ ഇതൊക്കെ ആയിഷ റളിയല്ലാഹു അൻഹ കണിശമായി അയിമ നിന്ന ആളാണ്. എയ്മല് മയ്യത്തിൻ്റെ അഹ്ലുകാർ മരിച്ചതിൻ്റെ മേലിൽ എന്ത് ചെയ്യൂല, മയ്യത്തിന് ശിക്ഷ കിട്ടൂല. എപ്പോഴേക്കും അള്ളാഹു റസൂൽ ചിലപ്പോൾ പറഞ്ഞെങ്കിലും ഏതെങ്കിലും ജൂതന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ വേറെ ഏതെങ്കിലും അവരിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നല്ല, അതൊരു മുഅ്മിനായ മനുഷ്യൻ്റെ പറ്റി എന്ത് ചെയ്തിട്ടില്ല, അള്ളാഹു റസൂൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നല്ലേ ഉറച്ചു നിൽക്കുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. എല്ലാ ഹദീസും കൂടി ആറ്റി കുറുക്കിയിട്ട് അവസാനം പല ഹദീസ് പല നിരക്ക് വന്നപ്പോൾ ഒക്കെപ്പാടെല്ലാം കൂടി വേഷം നടത്തിയിട്ട് നമ്മളെ ഇമാമികൾ പറഞ്ഞ അവസാനം സഫിയോദരും ഇമാമികൾ അവസാനം തീരുമാനമാക്കിയ എന്താണ്, പൊരുത്തുണ്ടാവുകയോ വസിയത്തുണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, ശിക്ഷിക്കും, ഇല്ലെങ്കിൽ ശിക്ഷിക്കൂല. അങ്ങനെയൊക്കെയാണ് മസാലകളുള്ളത്.
മുത്തഫഖുൻ അലൈഹി. വഅൻ ആയിഷ റളിയല്ലാഹു അൻഹാ അന്നഹാ ഖാലത്ത് ജമ്അനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. മുത്തനബിക്ക് നബിയു അല്ല നബിയ എന്ന് വായിച്ചാൽ മതി. മുത്തനബിക്ക് വന്നപ്പോൾ ഖത്ലുബിനു ഹാരിസ ഇബ്നു ഹാരിസത്ത് റളിയല്ലാഹു അൻ ജാഫരിൻ വ അബി റവാഹ ഈ മൂന്നാളുകളുടെ മരണവിവരം എത്തിയപ്പോൾ ജലസ നബി തങ്ങൾ അങ്ങ് ഇരുന്നു പോയി. യുറഫു ഫിഹി തങ്ങളിൽ ഇങ്ങനെ കാണപ്പെടുന്നുണ്ട്, മനസ്സിലാക്കപ്പെടുന്നില്ല ഹസനു അവിടുത്തെ ആ നൊമ്പരം, ആ വിഷമം. കാരണം മൂന്ന് പ്രഗത്ഭന്മാരായ സഹാബാക്കൾ അങ്ങ് നഷ്ടപ്പെട്ടപ്പോൾ നബി തങ്ങളുടെ മുഖത്ത് ഇങ്ങനെ കാണുന്നുണ്ട് എന്ത് ആ പൊറുതിയേട്. വനൻളുറൂ മിൻ സായിരിൽ ബാബ് വാതിലിൻ്റെ പടവിലൂടെ ഞാൻ ഈ സംഭവം കാണുന്നുണ്ട്. ആയിഷ ബി പറയണേ, ഞാൻ വാങ്ങി നോക്കിയപ്പോൾ വാതിലിൻ്റെ പടവൂടെ ഏത് കാണുന്നുണ്ട്? മുത്തനബിൻ്റെ മുഖത്തുള്ള ഭാവമാറ്റം കാണുന്നുണ്ട്. അതാ സ്വായിർ എന്ന് പറഞ്ഞാൽ തൈനി ഷക്കൽ ബാബി, വാതിലിൻ്റെ ആ പിളർപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫാത്താഹു റജുലുൻ മുത്തനബി ആല് വന്നു. ഫകാല ഇന്ന നിസാ ജാഫരിൻ നിശ്ചയമായിട്ടും ജാഫറിൻ്റെ ഭാര്യമാർ വദക്കറ ബുക്കാഹുന്ന അത് പറഞ്ഞിങ്ങാണ്ട് പിന്നെ അതിട്ട് കരയണ വർത്താനാണ് പറഞ്ഞു. ഫാമറഹു അപ്പോൾ മുത്തനബി ആ വന്നാളോട് പറഞ്ഞു ആ യൻഹാഹുന്ന പോലുള്ള പണിമാണ് മതിയാക്കാൻ പറയുന്നു കൽപ്പിച്ചു. ഫദഹബ ആ വ്യക്തി പോയി. ഫത്താഹു സാനിയ രണ്ടാം വട്ടം ചെന്നു. ലം യത്അൻഹു പിന്നെ ഇതിലതിനെ ആക്ഷേപിച്ചില്ല. ഫഖാല ഇൻഹുന്ന മറ്റോട് മതിയാക്കാൻ പറയും. ഫത്താഹു സാലിസ മൂന്നാം വട്ടം ചെന്നു. ഫഖാല വല്ലാഹി വലബിനയാ റസൂലല്ലാ അള്ളാഹ് റസൂലെ ഐറ്റങ്ങളൊക്കെ ഞങ്ങൾ തോൽപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടൊന്നും ഏറ്റവും കേൾക്കണില്ല. ഒരട്ടം പറഞ്ഞു, രണ്ടാം വട്ടം, മൂന്നാം വട്ടം പറഞ്ഞു, ഇട്ടുള്ള ചെയ്യണില്ല, കരച്ചിൽ നിർത്തണില്ല. ഫസംതു അപ്പം ഞാൻ വിചാരിച്ചു അന്നഹു കാല ഫഹ്തുഫി അഫ്വാഹി ഇന്ന തുറാബ് എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, അവരുടെ തൊള്ളേക്ക് മണ്ണ് വാരിട്ടള എന്ന് മുത്തണ്ടി പറഞ്ഞിന് എന്നാണ് എൻ്റെ ഓർമ്മ. ശരിയല്ലേ? പിന്നെ ഫഖുൽത്തു അപ്പം ഞാൻ പറഞ്ഞു അറഹമല്ലാഹു അംഫക്ക അറഹമല്ലാഹു അംഫക്ക നിൻ്റെ മൂക്ക് അള്ളാഹു മണ്ണിനോട് ചേർത്തട്ടെ. ലൻ തഫ്അൽ മാ അമറക ബിഹി റസൂലുള്ളാഹ് അള്ളാഹ് റസൂൽ പറഞ്ഞ ജി കേട്ടില്ലല്ലേ? അള്ളാഹ് റസൂൽ തൊള്ളേക്ക് മണ്ണിടാൻ പറഞ്ഞ മണ്ണ് വാരിടണ്ട ജി. ആ പിന്നെ വലം തത്റുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ അനാ പിന്നെ അള്ളാഹിൻ്റെ റസൂല് ഒരു അനാവിനെയും എന്ത് ചെയ്തിട്ടില്ല, ഒഴിച്ചിട്ടിട്ടില്ല. അങ്ങനെ ഒഴിച്ചിട്ടില്ലല്ലേ? ലം തത്റുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ അനാ. അപ്പം അതാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, നിൻ്റെ എന്ത് ചേരട്ടെ, മൂക്ക് മണ്ണിനോടല്ല ചേർക്കട്ടെ, അള്ളാഹിൻ്റെ റസൂൽ കാര്യം കൽപ്പിച്ചത് ചെയ്തില്ലല്ലേ? വലം തത്തുക്ക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വിഷമത്തിനത്തോട് അള്ളാഹിൻ്റെ റസൂൽ ചോദിച്ചിട്ടും ചെയ്തില്ലല്ലേ? മുത്തഫഖുൻ അലൈഹി. വഅൻ ഉമ്മി സലമ റളിയല്ലാഹു അൻഹാ കാലത്ത് ലമ്മ മാത അബൂ സലമ എന്ന് പറയുന്ന ഭർത്താവ് മരിച്ചപ്പോൾ ഖുൽതു ഞാൻ പറഞ്ഞു ഗരീബ് എൻ്റെ നാട്ടിൽ നിന്ന് വന്നൊരു പാവം, ഒഫി അർളി ഉർബ അന്യ നാട്ടിൽ, ലബിക്കിയന്നഹു ബുകാഅൻ യുതഹദ്ദസു അൻഹു ലബിക്കിയന്നഹു നിശ്ചയായിട്ടും എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ കരയും, ബുക്കാൻ ഒരു കരയൽ, യുതഹദ്ദസു അൻഹു അദ്ദേഹത്തെക്കുറിച്ച് അത് പറയപ്പെടും, അങ്ങനത്തെ ഒരു കരച്ചിൽ ഞാൻ കരയും. ഫകുന്തു ഞാനായി തഹയ്യത്തുൽ ബുക്കായി അലൈഹി എൻ്റെ ഭർത്താവാവുന്ന അബൂ സലമക്ക് വേണ്ടി കരയാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. ഇതസമയത്താണ് അക്ബലത്ത് ഇമ്രാത്തിനൊരു പെണ്ണ് വന്നത്. തുരീതു ആ പെണ്ണ് ഉദ്ദേശിക്കുന്നത് തുസ്ഇദനി എന്നെ സഹായിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടൊരു പെണ്ണ് വരുന്നുണ്ട്. ഫസ്തഖബലഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോഴാണ് അള്ളാഹ് റസൂൽ എതിരെ വന്നത്. ഫഖാല തങ്ങൾ ചോദിച്ചു അതുരീദീന അൻ തുദ്ഖിലി ശൈത്താന ബൈതൻ അഖ്റജഹുല്ലാഹു മിൻഹു അള്ള ശൈത്താന് ഏതൊരു വീട്ടിൽ നിന്ന് പുറപ്പെടുവിക്കാനുള്ള ഉദ്ദേശിച്ചിട്ട് അങ്ങനത്തെ ഒരു വീട്ടിലേക്ക് ശൈത്താനെ പ്രവേശിപ്പിക്കാനാണോടി എൻ്റെ പരിപാടി എന്ന് ചോദിച്ചു. മറത്തേനി രണ്ടു വട്ടം. അപ്പോൾ കഫഫ്തു അനിൽ ബുക്കായ് ഞാൻ കേട്ടപ്പോൾ പിന്നെ ഞാൻ ഒരുങ്ങിച്ചില്ല, നോഴ്ചൊരുങ്ങിക്കഴിഞ്ഞല്ല ബുക്കായ് ഞാൻ നിർത്തി വെച്ചിങ്ങാണ്ട് ഫലം അമ്മയ്ക്ക് പിന്നെ ഞാൻ കരഞ്ഞില്ല. ഉമ്മു സലമ ബീവി പറയുകയാണേ
ഇന്നത് കൂട്ടിത്തരാൻ വേണ്ടിയിട്ട് പെണ്ണ് വരികയില്ലേ ഇതിന് നൊറോളിക്കുമ്പോൾ കൂടി തരാൻ പാട്ട് വേറെ ഇൻട്രസ്റ്റ് ഇട്ടിട്ട് വേണം ഒപ്പം കൂടിക്ക് പാട് പാട്ട് പാടുന്ന വെമ്പരാണ് എന്ന മാതിരി നൊറോളിക്ക് രസകെട്ടിട്ട് വേണം ഒപ്പരാളുമാണ് ഈ പെണ്ണിനോട് ഈ അള്ളാഹു ചെയ്ത്ത ഒഴിവാക്കിയ വീട്ടിലേക്ക് ചെയ്ത്താനെ കയറ്റാനാ പരിപാടി എന്ന് ചോദിച്ചു അവളോട് പിന്നെ എനിക്ക് നൊറോളിൻ്റെ പരിപാടി തന്നെ വേണ്ട പിന്നെ റവാഹു മുസ്ലിം വാനി നൊയ്മാൻ ഇബ്നു ബഷീരിൻ കാല ഓമിയ അബ്ദുല്ലാ ബിൻ റവാഹ ബഹുമാൻ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ബോധം കേട്ടു ഫജഅലത്തു ഉഖ്തുഹു അംറത്തു തൻ്റെ സഹോദരി അമ്രത്ത് തുടങ്ങി തബുക്കി കരയാൻ തുടങ്ങി വാ ജബലോ വാ കഥാ വാ കഥാ എന്നാണ് കഥ കഥ എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പർവ്വതയില്ലല്ലോ പഠിച്ചോനെ അങ്ങനെയില്ലല്ലോ അങ്ങനെയില്ലല്ലോ എന്നാണ് ത്വദ്ദിദു അലൈഹി ആങ്ങളൻ്റെ മേലിൽ സഹോദരൻ്റെ മേലിൽ അങ്ങനെ എണ്ണി എണ്ണി അങ്ങനെ പറയുന്നത് പർവ്വതവും മറ്റതും മറിച്ചതുമായിട്ട് ഫകാല ബഹുമാനപ്പെട്ട ഇബ്നു റവാഹ ചോദിച്ചു ഹീന അഫാക്കാത്ത് ബോധം തെളിഞ്ഞപ്പോൾ അദ്ദേഹം പറയാണ് സഹോദരൻ പറയാണ് അമ്രത്താവുന്ന പെങ്ങളോട് പറയാണ് എടി മാ കുൽത്തി ഷൈഅൻ നീ ഒരു സംഗതിയെയും പറഞ്ഞിട്ടില്ല ഇല്ലാ കീലലി എന്നോട് ചോദിക്കപ്പെട്ടിട്ടല്ലാതെ അന്ത കഥാലിക്ക അങ്ങനെയാണ് എന്ന് എന്നോട് ആരാന്ന് ആളെ കാണാനല്ല എന്നോട് ഇങ്ങനെ ചോദിക്കപ്പെടുന്നുണ്ട് ഇവളിങ്ങനെ മൂപ്പര് ബോധം കെട്ട് കിടക്കുകയാണ് ബോധം കെട്ടവർക്ക് ഇങ്ങനെ ഭരണക്കോല് കേൾക്കും പക്ഷെ അങ്ങനെ ഇങ്ങനെ തിരിച്ച് പ്രതികരിക്കാൻ കഴിയൂല അപ്പോൾ ഇയാളിങ്ങനെ ബോധം കെട്ട് കിടന്നപ്പോൾ പെങ്ങളിങ്ങനെ പറഞ്ഞിനല്ലോ സഹോദരി ഇങ്ങനെ പറഞ്ഞിനു ആ പറഞ്ഞപ്പോൾ ഓരോ വാക്കും പറഞ്ഞപ്പോൾ മൂപ്പരും ഇങ്ങനെ പറയപ്പെടേ ഈ വലിയ പർവ്വതമായിനി ഓഹോ ഈ വലിയ സംഭവമായിനി നിന്നോടിങ്ങനെ ചോദിക്കപ്പെടുന്നുണ്ട് രാധാ പിരിവായത്ത് റിപ്പോർട്ടിൽ ഏറുണ്ട് എന്ത് ഫലമ്മ മാത്ത അതുകൊണ്ട് തന്നെ സ്വന്തം സഹോദരൻ അങ്ങ് മരിച്ചപ്പോൾ ലം തബുക്കിയലൈഹി പിന്നെ സഹോദരിയാവുന്ന അമ്രത്ത് മുണ്ടിയില്ല എന്ത് ചെയ്തില്ല കരഞ്ഞില്ല മുമ്പ് സംഭവം ബോധം കെട്ടപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അതില്ല അതുകൊണ്ട് തന്നെ പിന്നെ ശരിക്കും മരിച്ചപ്പോൾ പിന്നെ എന്ത് ചെയ്തില്ല കരഞ്ഞില്ല പിന്നെ റവാഹുൽ ബുഖാരി പിന്നെ വാൻ നബി മൂസാ റളിയല്ലാഹു അൻഹു ഖാല സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു റസൂലുള്ള പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് മാമി മയ്യത്തിനും മയ്യത്തുമില്ല യമൂത്തു മരിക്കുന്ന ഫയഖൂമു ബാക്കിഹിം ഇങ്ങോട്ട് കരയുന്ന സ്പെഷ്യലിസ്റ്റുകൾ ഇങ്ങോട്ട് എണീക്കും യഖൂലു പറയും വോ ജബലോ വോ സയ്യിദാ ഈ ജാതി ഇങ്ങനെ പറയും നഹവദാലിക പോലത്തെ ഇങ്ങനെ പറയും നോളോളിയന്മാരെ ഇങ്ങോട്ട് രംഗത്ത് ഇറങ്ങും അങ്ങനത്തെ ഒരു മയ്യത്തും തന്നെ ഇല്ല ഇല്ലാ വക്കലല്ലാഹു ബിഹി മലക്കൈൻ രണ്ട് മലക്കുകൾ ഇവനെ കൊണ്ട് അല്ലാഹു ചുമതലപ്പെടുത്തിയിട്ടല്ലാതെ രണ്ട് മലക്കൾ വരും എന്താ മയ്യത്ത് മലക്കൾ കാട്ടണോ എൽ ഹസാനിഹി ഇവൻ്റെ രണ്ട് മയ്യത്ത് വന്നിട്ട് ഇവൻ്റെ രണ്ട് വേളക്ക് പിടിക്കും വായൻ്റെ രണ്ട് സൈഡിലും കടേ പാമ്പ് കഴിച്ചിട്ട് മാതിരി വായൻ്റെ സൈഡിൽ പിടിക്കും മലക്കൾ വന്നിട്ട് കൂലാനി മലക്കൾ ചോദിക്കും ആഹാ കഥാ എന്താ ഇങ്ങനെ ആയിനയ്യ് എന്നിങ്ങനെ ചോദിക്കും റവാഹു തിർമിദി വഖാല ഹാദാ ഹദീസുൻ ഗരീബുൻ ഹസൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വാലിഹി വസ്വാബിഹി അജ്മഈൻ നവാശി റളിയല്ലാഹു അൻഹു അന്നഹു ഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ് മാത്ത മയ്യിത്തുൻ ഒരാൾ മരിച്ചു മിൻ ആലി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഏതോ ഒരാൾ മരിച്ചു ഫജ്തമഅൻ നിസാ സ്ത്രീകളെല്ലാം കൂടി വട്ടം കൂടി യബ്കീന അലൈഹി മയ്യത്തിൻ്റെ മേൽ കരയുന്നവരാ നിലയിൽ സ്ത്രീകളെ കരയാണ് കേട്ടോ വിളിച്ചാർക്കണമൊന്നുമില്ല സ്ത്രീകളൊക്കെ പാടെ കരഞ്ഞും കൊണ്ട് സമ്മേളിച്ചു ഫക്കാമ ഉമർ കണ്ട് എണീച്ചു യൻഹാഹുന്ന പെണ്ണുങ്ങളെ മുടക്കുന്നവരാ നിലയിലും വയുത്തരിതുഹുന്ന ആട്ടിവിടുന്ന നിലയിലും ചൂയടന്ന് ആട്ടിവിടുകയാണ് ഉമർ എന്നവരങ്ങനെയാണല്ലോ ഉപ്പര സ്വഭാവം തന്നെ അങ്ങനെ ഫക്കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള പറഞ്ഞു ദഅഹുന്നയാ ഉമർ അയ്യായിട്ടുള്ള വിട്ട ഫൈനല്ലൈന ദാമിഅ വൽ ഖൽബു മുസാബ് വൽ അഹദു ഖരീബ് കണ്ണ് എന്ന് പറഞ്ഞ സാധനം കണ്ണുനീര് വീഴ്ത്തുന്നതാണ് ഹൃദയം അത് മുസീബത്തിലാക്കപ്പെട്ടതാണ് വല്ലഹദു ഖരീബ് അവർ ജാഹിലിയ്യ കാലം കൊണ്ട് ദീന് കാലം അടുത്തവരാണ്
റവാഹു അഹ്മദു വന്നസായിയൂൻ. നിയാഹത്ത് നടത്തണമെന്നില്ലല്ലോ അവര്. നിയാഹത്ത് നടത്തി ഇനി ഒരു കൗമാണ് വര്. ആ കൗമനെ ഉത്തരവിശ്രമം നമ്മൾ മാറ്റിയെടുത്തുകൊണ്ട് എവിടെ എത്തിച്ചു? കാര്യനോടത്ത് എത്തിച്ചില്ലേ? മനസ്സിലായിട്ട് പറയണേ. അപ്പോൾ അതൊക്കെ കാലം അടുത്ത് ഇസ്ലാമക്ക് വന്നവരല്ലേ, കുറച്ചൊക്കെ കണ്ണിന്ന് കണ്ണീരൊക്കെ വന്നോട്ടെ, പ്രശ്നമാക്കണ്ട അർത്ഥം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് അന്നഹു ഖാല മാതദ് ബിൻതുൻ സൈനബു ബിൻതു റസൂലില്ലാഹ്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ മോളാവുന്ന സൈനബ ബീവി വഫാത്തായി. ബക്കത്തിൻ നിസാഉ, സ്ത്രീകളൊക്കെ കരഞ്ഞു. ഫജഅല ഉമറായി യദ്രിബുഹുന്ന, ആ കരയുന്ന പെണ്ണുങ്ങളൊക്കെ നല്ല അടിക്കുന്നവരായി. ബിസൗത്തി, തൻ്റെ കയ്യിലെ ചാട്ടവാറ് കൊണ്ട് പൊട്ടിച്ചാണ് ആരെ മുണ്ടിപ്പോകരുത് അടിയാൻ. ഫഖറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള ഉമറിനെ അങ്ങോട്ട് മാറ്റി, ഇങ്ങോട്ട് മാറിയെന്നാ ബിയദി, അവിടുത്തെ കൈ കൊണ്ട് മാറ്റി നിർത്തി. ഇങ്ങനെ തല്ലല്ലേ. ഫഖാല, മുത്തനബി പറഞ്ഞു, മഹ്ലൻ യാ ഉമറു, ഉമറെ ഒരു താമസം ചെയ്യേ, അങ്ങനെ എടുത്തു ചാടല്ലേ. സുമ്മക്കാല, റസൂലുള്ള പറഞ്ഞു, ഇയ്യാകുന്ന, പെണ്ണുങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം. നഈക ശൈത്താൻ, പിശാചിൻ്റെതായിരിക്കുന്ന ഓരികെട്ടലും, കുറുക്കന്മാർ ഓരിട്ടണ മാതിരിയുള്ള ഓരിട്ടലുണ്ടല്ലോ, അതും നിങ്ങൾ കരുതണേ. സുമ്മക്കാല, പിന്നെ നിങ്ങൾ പറഞ്ഞു, ഇന്നോ നിശ്ചയമായിട്ടും കാര്യം, മഹ്മാക്കാനമിനൽ ലൈനി ഫമിനൽ കൽബി ഫമിനല്ലാ, കണ്ണിൽ നിന്ന് വരുന്ന നീരും കൽബിൽ നിന്ന് വരുന്ന നൊമ്പരവും അത് അള്ളാഹുവിൽ നിന്നാണ്. ഫമിനർ റഹ്മത്തി, അത് കാരുണ്യത്തിൽ നിന്നുമുള്ളതാണ്. ഫമൻകാന മിനൽ യദി വമിനൽ ലിസാൻ, നാവിൽ നിന്നും കയ്യിൽ നിന്നും നടക്കുന്നത് ഫമിന ശൈത്താൻ, അത് പിശാചിൽ നിന്നാണ്. നെഞ്ഞത്ത് തല്ലുക, മുടി പരത്തുക, ആർക്കുക, ബുദ്ധുവിനിട്ട് നൊളവിളിക്കുക, വിളിച്ച് ഓരോന്നെടുത്ത് പറയുക, അതൊക്കെ ആരൊക്കെ എന്നാണ്? പിശാചിൻ്റെ ആക്കൽ എന്നാണ്. അല്ലാതെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ വരികയാണെങ്കിൽ എന്തല്ല, അത് പിശാചിൻ്റെ ആക്കൽ നിന്നല്ല. ഉത്തരപ്പിക്കന്നെ കണ്ണുനീര് വന്നില്ലേ. പിന്നെ റവാഹു അഹ്മദു അനിൽ ബുഖാരി താലീക്കൻ അത് പരമ്പര ഒന്നായിട്ട് പോയിണ്, സനദില്ല. പക്ഷേ ഇമാം ബുഖാരിൻ്റെ സഹീഹ് ബുഖാരിയിലെ ഹദീസ് വന്നിണെങ്കിൽ അത് തലീക്കാണെങ്കിലും ഇതിന് സാധനമുണ്ട്. പിന്നെ ഇനി ഇത്തിസാലിൻ്റെ ഹുക്കുമുണ്ട് എന്നാ കാലാ. റിപ്പോർട്ടർ പറയാണ്, ലമ്മ മാത്തൽ ഹസൻ ബിനിൽ ഹസനി ഇബിനി അലിയിൻ, അലിയാൻ്റെ മോനാവുന്ന ഹസനിൻ്റെ മോനാവുന്ന ഹസൻ അവർ വഫാത്തായപ്പോൾ, ലറബ് തിമ്രത്തുഹുവൽ കുബ്ബത്ത, അവരുടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു കുബ്ബ കെട്ടി, അലാ കബ്രിഹി, ഹസൻ എന്നവരുടെ കബറിൻ്റെ മുകളിൽ, സനത്തൻ ഒരു വർഷക്കാലം. സുമ്മറഫഅത്ത്, പിന്നെ അത് ഉയർത്തി. ഫസമിയത്ത് സായിഹ യഖൂലു അലാ ഹൽ വജദൂ അമാ ഫഖദൂ ഫഅജാബഹു ആഖറു ബൽ യഇസു ഫൻഖലബൂ. ഫസമിയത്ത്, പെണ്ണ് കേട്ടു, സായിഹൻ ഒരു വിളിയാളം കേട്ടു, ആളെ കാണാനില്ല, ഒരു അശരീരിയെ. എന്താ കേട്ടെ? അലാഹൽ വജദൂ മാ ഫഖദൂ, എന്താ നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലാതാക്കിയത്? ഫജാബഹു ആഖറു, മറ്റേയാളെ മറുപടി, ബൽ യഇസു ഫൻഖലബൂ, ആശമുറിഞ്ഞു പിന്തിരിഞ്ഞു പോന്നു. പൊട്ടിപ്പൊക്കിക്കൊണ്ട് ഏത് കിട്ടൂല, പോയേ കിട്ടൂല. പിന്നെ അനിൽ ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു അബീ ബർസ റളിയല്ലാഹു അൻഹുമാ അന്നഹുമാ ഖാല ഖറജ്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ കൂടെ ഞങ്ങൾ പുറപ്പെട്ടു. ഫി ജനാസത്തിന്, മയ്യിത്ത് പരിപാലനത്തിലായിട്ട്. ഫറആ ഖൗമൻ, അപ്പോൾ കൗമനെ ഞങ്ങൾ കണ്ടു. ഖദ് ത്വറഹൂ അർദിയതഹും,
അവരുടെ തട്ടങ്ങളൊക്കെ അവരിട്ടിരിക്കുന്നു. യംശൂന ഫീ കുമുസിൻ, നീളം കുപ്പായത്തിലായിട്ട് നടക്കുകയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബിഫീലിൽ ഫായിലിയതി തഖുദൂൻ, എന്താ ജാഹിലിയ കാലത്ത് ചെയ്തിരുന്ന പണികളെ കൊണ്ട് ഇപ്പോൾ നിങ്ങൾ പിടികൂടുന്നുവോ? തട്ടങ്ങൾ വലിച്ചെറിഞ്ഞാണ്ട് കുപ്പായം മാത്രം ഇട്ട് നടക്കുകയാണ്. എന്തിന്? ഒരാൾ മരിച്ചതിലേ. ഔ ബി സനീൽ ജാഹിലിയത്തി തുഷ്ബിഹൂൻ, ജാഹിലിയ കാലത്തുണ്ടായിരുന്ന പ്രവർത്തനങ്ങളോട് നിങ്ങൾ സാദൃശ്യമാവുകയാണോ? ലഖദ് ഹമംതു, നിശ്ചയമായിട്ട് ഞാൻ കരുതി, അന്നദു അലൈക്കും ദഅവതൻ, നിങ്ങളെ ഞാൻ മടക്ക് അന്നതുവാ നിങ്ങൾ ദുആ ചെയ്യാൻ കരുതി, ദഅവതൻ ദുആ ചെയ്യൽ, തുർജഊന നിങ്ങൾ മടക്കപ്പെടും, ഫീ ഗൈരി സുവരിക്കും, നിങ്ങളുടെ യഥാർത്ഥമാകൃതിയല്ലാത്ത മറ്റു വല്ല വികൃതജീവികളുടെയും ആകൃതിയിലേക്ക് നിങ്ങളെ മടക്കപ്പെടുന്നതാണ്. അതിനെ ദുആർക്കാൻ വേണ്ടി ഞാൻ കരുതി. കാല, റിപ്പോർട്ട് പറയാണ്, ഫാഹദൂ അർദിയത്തുഹും, അപ്പം വലിച്ചെരുന്ന തട്ടം അവർ വീണ്ടും ശരീരത്തിലേക്ക് തന്നെ ഇട്ടു. ഫലം യഊദൂലി ദാലിക, ഈ പരിപാടിയിലേക്ക് പിന്നെ അത് കേട്ട ഒരു സഹാബിയും മടങ്ങിയില്ല. പിന്നെ റവാഹു ഇബ്നു മാജ. ഇബ്നു റളിയല്ലാഹു അൻഹു അന്നഹു ഖാല നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ തുത്ബ ജനാസത്തുൻ മഅഹാ റാനത റാന്ന, ഒരു ജനാദൻ്റെ കൂടെ പിൻപറ്റപ്പെടല്ല. റസൂലുള്ളാഹി പറഞ്ഞു, എങ്ങനത്തെ ജനാദയാണ്? മഹാ, ജനാദൻ്റെ കൂടെ ഉണ്ട്. റാന്നത്തുൻ, വിളിച്ചാർക്കണ പെണ്ണ്. നായിഹത്തിൻ്റെ വേറെ വാക്കാണ് ഇത് റാന്ന. അങ്ങനെ പിന്നെ മൂയ്യത്തിൻ്റെ ഈ മരിച്ച ആളെ ഗുണഗണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒച്ചിമ്പിളി നായാട്ടം ഉണ്ടാക്കിയാണ്ട് വരവാനുണ്ടാക്കി നടക്കുന്ന പെണ്ണുള്ള കൂടെയുള്ള ജനാദണ്ടല്ലോ, അതിനെയാണ് പിൻപറ്റപ്പെടുന്ന റസൂലുള്ള വിലക്കി. റവാഹു അഹ്മദു വബ്നു മാജ. വൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന റജുലൻ ഖാല ലഹു മാത ഇബ്നുൻ ലീ ഫവജത്തു അലൈഹി അൽ സമീത മിൻ ഖലീലിക സലവാത്തുല്ലാഹി അലൈഹി വസല്ലം ബി തീബി അൻഫുസിന യുതയ്യിബുലങ്ങളിൽ ബി തീബി എന്നല്ലല്ലോ, രണ്ടുള്ളില്ലേ? ബി അൻഫുസിന അൻ മൗതാന, കാരണം സമയത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല സിഗാറുൻ ദഅമീസുൽ ജന്ന. ഖാല ലഹു, പിന്നെ അബൂ ഹുറൈറയോട് റജുൽ പറയാണ്, മാത ഇബ്നുൽ ലീ, എൻ്റെ ഒരു കുട്ടി മരിച്ചു. ഫവജത്തു അലൈഹി, അതിന് മേൽ ഞാൻ വല്ലാതെ നൊമ്പരപ്പെട്ടു. ഹൽ സമീത മിൻ ഖലീലിക, ഹേ അബൂ ഹുറൈറ എന്നവരെ, നിങ്ങൾ നിങ്ങളുടെ ഖലീലിൽ നിന്നതോ മുത്തനബിയിൽ നിന്ന് കേട്ടിട്ടുണ്ടോ? ചെയ്യാൻ വല്ല വസ്തുവും കേട്ടിട്ടുണ്ടോ? യുതയ്യിബു ബി അൻഫുസിന, ഞങ്ങളുടെ മനസ്സുകൾക്ക് അത് നല്ലൊരു സുഖം തരും. മൗത്താന, ഞങ്ങൾ മരിച്ചവരെ തൊട്ട്. അഥവാ അങ്ങനത്തെ വല്ല മനസ്സിന് നൊമ്പരം പോയി ഇങ്ങാണ്ട് സുഖം കിട്ടുന്ന വല്ലതും മുത്തനബി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഅം, അതെ ഞാൻ കേട്ടിട്ടുണ്ട്. സമയത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ ഞാൻ കേട്ടിട്ടുണ്ട്. കാല പറയുന്നതായിട്ട്, സിഗാറുഹുൻ, നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് മരിച്ച കുട്ടികളുണ്ടല്ലോ, അവർ ദഅമീസുൽ ജന്ന, സ്വർഗത്തിലുള്ളായിരുന്ന കൊച്ചു പുഴുക്കളാകുന്നു. യൽകാഹദുഹും അബാഹു, ആ കുട്ടികൾ വാപ്പാനെ കണ്ടുമുട്ടും. ഫയഹുദു ബിനാഹിയത്തി സൗബിഹി, വസ്ത്രത്തിൻ്റെതായ തലപ്പും കെട്ട് പിടിക്കും കുട്ടി. എന്നിട്ട് ഫലായി ഫാരിഖുഹു, ആ വാപ്പാനെ കുട്ടി വിട്ടുപിരിയൂല. ഹത്താ യുദ്ഖിലഹുൽ ജന്ന, പാപ്പാനെ കുട്ടി സ്വർഗത്തിൽ കടത്തുന്നത് വരെ. റവാഹു മുസ്ലിം വഅഹ്മദു വല്ലഫ്ദു ലഹു, ലഫ്ദ് അഹ്മദിൽക്കുള്ളതാണ്. وعن أبي سعيد رضي الله عنه أنه قال جاءت امرأة إلى رسول الله, رسول الله അടുത്തേക്ക് ഒരു പെണ്ണ് വന്നു. فقال يا رسول الله ذهب الرجال بحديثك, നബിയേ, സ്ത്രീകളുടെ പുരുഷന്മാർ തങ്ങളുടെ ഹദീസൊക്കെ കൊണ്ടുപോയി നബിയേ. ഞങ്ങളാവുന്ന പെണ്ണുങ്ങൾക്ക് വഅദ് കേൾക്കാൻ വരാൻ പറ്റിയ കാരണം പള്ളിക്കൊക്കെ നിങ്ങൾ മുത്തനബി ദൂറിൻ്റെ സസറിൻ്റെ അസൊക്കെ ഇങ്ങനെ വഅദ് പറയും. അതൊക്കെ ആർക്കേ കിട്ടുള്ളൂ? ആ പുരുഷന്മാർക്കേ കിട്ടുള്ളൂ. ഞങ്ങളാവുന്ന സ്ത്രീകൾക്കൊന്നും കിട്ടണില്ലല്ലോ. ഫജഅല്ലനായതുകൊണ്ട് ഞങ്ങൾക്ക് തങ്ങളൊന്നാക്കണം. മിൻ നഫ്സിക, തങ്ങളുടെ മേനിയിൽ നിന്ന് യൗമൻ, ഒരു ദിവസത്തിനാക്കണം.
നഅ്തീക ഫീഹി, ആ ദിവസം ഞങ്ങളടുത്തേക്ക് വരാം നബിയേ, ഞങ്ങൾ വയറിലാക്കാൻ വരാം, ഡേറ്റ് നിങ്ങൾ തരി, ആ ഡേറ്റ് നിന്ന് ഞങ്ങളെല്ലാവരും കൂടി എന്ത് ചെയ്തോളാം, ഖുർആൻ ക്ലാസ് കേൾക്കാൻ വരാം. ആ തുഅല്ലിമുനാ മിമ്മാ അല്ലമക്കല്ലാഹ്, അള്ള തങ്ങൾക്ക് പഠിപ്പിച്ചതിൽ നിന്ന് തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിക്കും. അങ്ങനെ ദിവസം ഞങ്ങൾ നിശ്ചയിക്കണം നബിയേ. കാലാജിതമായ ഫീ കഥാ വകഥാ ഈ മക്കാനി കഥാ വകഥാ, ഇന്നാല ദിവസങ്ങളിൽ ഇന്നാല സ്ഥലങ്ങളിലൊക്കെ നീ സമ്മേളിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ എന്ത് ചെയ്ത് മതപഠന ക്ലാസ്സിന് എന്ത് വെച്ചു, ഡേറ്റും സ്ഥലവും ഫിക്സ് ചെയ്തു. ആ പിന്നെ ഫജിതമായ അങ്ങനെ പെണ്ണുങ്ങളെല്ലാവരും കൂടി എല്ലാവരും പിന്നെ ഒരു സ്ത്രീ സമ്മേളനം. ഫാത്താഹുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ മുത്തനബി പെണ്ണുങ്ങളുടെ അടുത്തേക്ക് വന്നോ. ഫഅല്ലമഹുന്ന, മുത്തനബി നല്ലോണം പഠിപ്പിച്ചു കൊടുത്തു. മിൽമാ അല്ലമഹുല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിൻ്റെ റസൂലിലേക്ക് പഠിപ്പിച്ചു കൊടുത്ത ധാരാളം ഇൽമിൽ നിന്ന് പെണ്ണുങ്ങൾക്ക് കുറേ പഠിപ്പിച്ചു കൊടുത്തു. സുമ്മക്കാല, പിന്നെ റസൂലുള്ള പറഞ്ഞു, മാമിൻകുന്നംറാത്തുൻ, പെണ്ണുങ്ങളെ നിങ്ങളെ കൂട്ടത്തിൽ പെണ്ണും തന്നെ ഇല്ല, തുഖദ്ദിമു ബൈന യദൈഹാ, അവൾക്ക് മുമ്പിൽ അവൾ നാളെ മഅ്ശറിലേക്ക് മുന്തിച്ചു വെച്ചു, അതാ മരിച്ചുപോയി. മീൻ വലതിക, അവളെ മക്കളിൽ നിന്ന് സലാസത്തുൻ, മൂന്നെണ്ണം മരിച്ചുപോയി. അങ്ങനത്തെ ഒരു പെണ്ണും തന്നെ ഇല്ല. ഇല്ലാ കാനലഹ, ആ കുട്ടി ആ പെണ്ണിനായിട്ടല്ലാതെ, ഹിജാബം മിനന്നാർ, നരകത്തിനെ തൊട്ട് മറയായിട്ടല്ലാതെ നിങ്ങൾ എന്നൊരു പെണ്ണും തന്നെ ഇല്ല. കാലത്തിമ്രാത്തും മിൻഹുന്ന, പെണ്ണുങ്ങളൊരു പെണ്ണ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എൻ്റെ റസൂലേ, അവിസ്നൈനി, രണ്ടെണ്ണം മുന്തിച്ചിട്ടുള്ളൂ എങ്കിലോ. ഫാദത്ത് ഹാമറത്തൈനി, ആ പെണ്ണ് രണ്ടട്ടം ചോദിച്ചു. സുമ്മകാല, തങ്ങൾ പറഞ്ഞു, വസിനൈനി വസിനൈനി വസിനൈനി, റവാഹുൽ ബുഖാരി, രണ്ടായാലും രണ്ടായാലും രണ്ടായാലും. وعن معاذ بن جبل رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم ما من مسلمين, രണ്ട് മുസ്ലിമീങ്ങളില്ല, യതവഫാലഹുമാ സലാസ, അവർക്ക് അമ്മാക്കും ഉപ്പാക്കും ഒരു 3 മക്കൾ മരിച്ചു പോകും. അങ്ങനത്തെ ഒരു മാപ്പിളയും പെണ്ണുമായ മുസ്ലിമത്തും ഇല്ല. ഇല്ലാതെ അദ്ഖലഹും അല്ലാഹുൽ ജന്ന, ആ ഉമ്മാനും പാപ്പാനും അല്ല സ്വർഗത്തിൽ കടത്തിയിട്ടല്ലാതെ ബിഫളിൽ റഹ്മത്തിഹി, ഇയ്യാഹുമാ, ആ 2 പേർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ചെയ്യുക എന്ന് പറയുന്ന ഫദ്ല് കൊണ്ടുണ്ടല്ലോ, അല്ല സ്വർഗത്തിൽ കടത്തിയിട്ടല്ലാതെ ഉമ്മിയും പാപ്പിയുമാവുന്ന 2 മുസ്ലിമും തന്നെ ഇല്ല. ഇതങ്ങ് പറഞ്ഞപ്പോൾ ഫഖാലു, അപ്പം അവർ ചോദിക്കുകയാണ്, അള്ളാഹിൻ്റെ റസൂലെ, അവിസിനാനി, കാലാവിസിനാനി, കാലു, അവർ ചോദിച്ചു, അവിൽ ഔ വാഹിദ് ഔ വാഹിദുൻ ചോദിച്ചപ്പം കാല ഔ വാഹിദുൻ. സുമ്മ കാല, പിന്നെ റസൂലുള്ള പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദിഹി, അള്ളാഹുവാണ് സത്യം, എൻ്റെ നഫ്സ് അള്ളാഹുവിൻ്റെ കുദറത്തിലാണ്, അങ്ങനത്തെ അള്ളാഹുവാണ് സത്യം. ഇന്ന സിക്കത്ത, നിശ്ചയമായിട്ടും ജീവനില്ലാതെ പ്രസവിക്കപ്പെട്ട ഷാപ്പിള്ള ലൈജുറ ഉമ്മഹു, സ്വന്തം ഉമ്മയെ അത് സ്വർഗത്ത് വലിക്കും, ബിസററിഹി, അതിൻ്റെ പൊക്കിൽ കൊടി കൊണ്ട് വലിക്കും, മിരൽ ജന്ന, സ്വർഗത്തിലേക്ക് വലിക്കുന്നതാണ്. ഇതാ ഇഹ്തസബതുഹു, ആ പെണ്ണ് കൂലി തേടിയാൽ, അഥവാ അള്ളാഹുവിൽ പൊരുത്തപ്പെട്ടുകൊണ്ട് സന്തോഷത്തോടെ 2 കൈ നീട്ടി സ്വീകരിച്ചാൽ, ആ ഉമ്മാനെ ഈ കുട്ടി എന്ത് ചെയ്യും, തൻ്റെ പൊക്കിൾ കൊടി കൊണ്ട് സ്വർഗത്തിലേക്ക് വലിക്കുന്നതാണ്. റവാഹു അഹ്മദു വറവബ്നു മാജാ മിൻ ഖൗലിഹി വല്ലദീ നഫ്സി ബിയദിഹി, ആ ഖൗൽ മുതൽ ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹ്, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദി വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. നവചളി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മാനത്തൊട്ട് റിപ്പോർട്ട് അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖദ്ദമ സലാസത്തൻ മിനൽ വലദി, മക്കളിൽ നിന്ന് 3 എണ്ണത്തിനെ ആരെങ്കിലും മുന്തിച്ചു വെച്ചാൽ, അതാ കുട്ടിക്കാലത്ത് തന്നെ മരിച്ചു പോയാലർത്ഥം.
ലം യബ്ലുഗുൽ ഹിൻസാ പ്രായപൂർത്തിനെ എത്തിക്കാത്ത 3 മക്കളെ ആരെങ്കിലും മുന്തിച്ചു വെച്ചാൽ കാനു ആ മക്കളാവും ലഹു ഇവനിക്ക് ഹിസ്നം ഹസീന ഓനെ സംരക്ഷിക്കുന്ന ഒരു കോട്ടയായി മാറും മിനന്നാരി നരകത്തിനെ തൊട്ട്. ഫക്കാല അബൂദരിൻ അപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ കദ്ദം തുസ്നൈനി ഞാൻ 2 മുന്തിച്ചിട്ടുള്ളൂ. അപ്പം കാല തങ്ങൾ പറഞ്ഞു വസ്നൈനി 2 പിന്നെ കാല ഉബയ്യുന് കാബ് പറയാണ്, അബുൽ മുന്തിരി സയ്യിദുൽ ഖുറാ ബഹുമാനപ്പെട്ട് പറയാണ്, കദ്ദംതു വാഹിദ നബിയെ ഞാൻ 1 മുന്തിച്ചിട്ടുള്ളൂ. കാല തങ്ങൾ പറഞ്ഞു വവാഹിദ 1 റവാഹു തുർമുദി വഇബ്നു മാജ വകാല തുർമുദിയോ അത് ഹദീസുൻ ഗരീബാൻ. വകാല ഖുറത്തുനിൽ മുസനി റളിയല്ലാഹു അൻഹു പിന്നെ വാൻ ഖുറത്തുൽ മുസനിയെ അന്നാ റജുലൻ കാന യഅതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുള്ളായിരുന്നു, അദ്ദേഹം മുത്തനബിയുടെ അടുത്ത് വരും. വമാഹു ഇബ്നുൻ ലഹു കുട്ടി ഒപ്പുണ്ട്. ഫഖാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുഹിബ്ബുഹു ഈ കുട്ടിനോട് എനിക്ക് ഇഷ്ടമുണ്ടോ ചോദിച്ചു. ഫഖാല യാ റസൂലല്ലാഹ് അഹബ്ബകല്ലാഹു കമാ ഉഹിബ്ബുഹു ഈ കുട്ടിനോട് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ അവിടുത്തോടും അല്ലാഹു എനിക്ക് ഉബ്ബുണ്ടാക്കി തരട്ടെ. ഉബ്ബുണ്ട് എന്നർത്ഥം. ഫഖദഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ നോക്കുമ്പം കുട്ടിയില്ലാതാക്കി പറഞ്ഞാൽ കുട്ടിയില്ല. ഫഖാല മാ ഫുഇല ബിനു ഫുലാൻ ഫുലാൻ്റെ മോൻ എന്ത് ചെയ്യപ്പെട്ടു? കാലു അപ്പോൾ സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ് അല്ലാഹുവിൻ്റെ റസൂലേ മാതാ കുട്ടി മരിച്ചു നബിയേ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ അമാ തുഹിബ്ബൂനി ഇഷ്ടപ്പെടുന്നില്ലേ? അല്ലാ തേത്തിയ ബാബം മിൻ അബ്വാബിൽ ജന്ന സ്വർഗത്തിൻ്റെ വാതിൽപ്പെട്ട ഒരു വാതിൽക്കൽ നീ ചെല്ലൂല. എങ്ങനെയല്ലാതെ എല്ലാവയത്തഹു എന്താ നിറുക്ക ആ കുട്ടിയെ നീ എത്തിച്ചിട്ടല്ലാതെ കുട്ടി നിന്നെ കാത്തുക്കുന്ന വിധത്തിൽ അതെനിക്കിഷ്ടല്ലേ. സ്വർഗത്തേക്ക് ചെല്ലാൻ നേരത്തെ ഏത് വാതിൽക്ക് ചെന്നാലും ഇങ്ങോട്ട് കയറിപ്പാ അങ്ങോട്ട് കയറിക്കോളിപ്പാന്ന് അറിഞ്ഞാണ്ട് അവത്തേക്ക് കയറ്റാൻ വേണ്ടി ഏത് വാതിൽക്ക് ചെന്നാലും കുട്ടി ഉണ്ടാകും. ആ നിനക്കാകാൻ എനിക്ക് ഇഷ്ടപ്പെടില്ലേ എന്ന് ചോദിച്ചു. ഫഖാല റജുലുൻ യാ റസൂലല്ലാഹ് അത് പറഞ്ഞപ്പോൾ അള്ളാൻ്റെ റസൂല് പറഞ്ഞു, ഒരാൾ പറഞ്ഞു, അള്ളാൻ്റെ തിരുദൂതരെ ലഹു ഹാസ അംരി കുല്ലിന ഈ ഓഫർ ആ വ്യക്തിക്ക് മാത്രമാണോ നമുക്ക് എല്ലാവർക്കും ആണോ എന്ന് ചോദിച്ചു. കാലാത്തങ്ങൾ ബല്ലി കുല്ലിക്കും അങ്ങനെ ഒരാൾക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാവർക്കുമാണ്. ശരിയല്ലേ? പിന്നെ നിശ്ചയമായിട്ടും ജീവനില്ലാതെ പ്രസവിക്കപ്പെട്ട കുട്ടി ലയുറാഗിം റബ്ബഹു സ്വന്തം രക്ഷിതാവിനോട് തർക്കിച്ചു വാങ്ങും. ഇദാ അദ്ഖല അബവൈഹിന്നാറ അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളെ നരകത്തിക്കെങ്ങാനും പ്രവേശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഷാപ്പിള്ള അള്ളാൻ്റെ മുമ്പിൽ തർക്കിച്ച് നേടും. ഫയഖാലു അയ്യുഹസിഖത്തുൽ മുറാഗിം റബ്ബഹു രക്ഷിതാവിനോട് തർക്കിക്കുന്ന ഷാപ്പിള്ളേ അദ്ഖിൽ അബ്വൈക്കൽ ജന്ന ജച്ചുവിളി ഉണ്ടാക്കല്ലേ മാതാപിതാക്കൾ സ്വർഗത്ത് കണ്ട് കടത്തിക്കളാ. ഫേജുറുഹുമാ അങ്ങനെ ഉമ്മാനിപ്പാൻ ഈ കുട്ടി വലിക്കും ബി സററിഹി അവൻ്റെ പൊക്കിൽ കൊടി കൊണ്ട് ഹത്തായുദ്ഹലഹുമുൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് വരെ. നീ നാളെ ചോദിച്ചാൽ സററ് കിട്ടുമോ? പിന്നെ റവാഹു ഇബ്നു മാജാ വഅൻ നബി ഉമാമ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല യഖൂലുല്ലാഹു തബാറക തആല ഖുദ്സി ഹദീസാണ്. അള്ള പറയാണ്, ഇബ്നു ആദമായുടെ ആദമിൻ്റെ മോനെ ഇൻ സബർത വഹ്തസബത ഇൻദൽ സദമത്തിൽ ലൗലാ നീ ക്ഷമിക്കുകയും കൂലി പ്രതീക്ഷിക്കുകയും ചെയ്താൽ ഇന്ദ സദമത്തിൽ ലൗല ഒന്നാമത്തെ മുട്ടിൻ്റെ നേരത്ത് മുസീബത്തിൻ്റെ കൽബിലേക്കാണ് വരുന്ന ഫസ്റ്റ് ടൈം നീ ക്ഷമിക്കുകയും കൂലി പ്രതീക്ഷിക്കുകയും ചെയ്താൽ ലമ്മർദലക സവാബൻ ദൂനൽ ജന്ന നീക്ക് കൂലിയായിട്ട് ഞാൻ പൊരുത്തപ്പെടൂല സ്വർഗമല്ലാതെ. എനിക്ക് കീപ്പട്ടിൽ 1 തന്നാലും നമുക്ക് തൃപ്തിയാവില്ല.
പിന്നെ റവാഹു ഇബ്നു മാജ عن الحسين بن علي عن النبي صلى الله عليه وسلم قال ما من مسلم തന്നെ ഇല്ല വല മുസ്ലിമത്തിന് മുസ്ലിമത്തായ കൊണ്ടുമില്ല യുസാബു മുസീബ ഒരു മുസീബത്താക്കപ്പെടും ഫയദ്കുറുഹാ പിന്നീട് അങ്ങനെ ഓർമ്മ വരും പടച്ചോനേൻ്റെ ആ കുട്ടി എന്ന് മരിച്ചല്ലോ അങ്ങനെ ഓർമ്മ വരും ഫൈൻ താലഹദു ആ കാലം എത്ര നീണ്ടുപോയാലും പണ്ടത്തത് ഇങ്ങനെ കൽബിക്ക് ഓടി വരും ഫയുഹ്ദിസൂലിദാലിക അക്കത് കാരണം ഈ വ്യക്തി അതിനു വേണ്ടി പുതുക്കും എന്തിനെ ഇസ്തിർജാൻ ഇന്നാലിന്ന ജല്ലല്ലേ 5 കൊല്ലം മുമ്പ് സ്വന്തം മകൻ വണ്ടിനുള്ളിൽ കുടുങ്ങി മരിച്ചു പോയിനോ അതങ്ങനെ മറന്നുപോയില്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഇല്ലാ റാജിഊൻ ജല്ലീൻ അങ്ങനത്തെ ഒരാളും തന്നെ ഇല്ല ജദ്ദദല്ലാഹു തബാറക തആല ലഹു ഇൻദ ദാലിക അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് ആ ഇസ്തിർജായിൻ്റെ നേരത്ത് പുതുക്കിയിട്ടല്ലാതെ അഥവാ ഫഅതാഹു മിസ്ല അജ്രിഹാ അതിനോട് സമാനമായ കൂലി കൊടുത്തിട്ടല്ലാതെ യൗമ മുസീബ ബിഹാ മുസീബത്തിന് മുസീബത്താക്കപ്പെട്ട അന്നത്ത് കിട്ടിയതേ കൂലിനോട് സമാനമായ കൂലി പിന്നെ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് ഇസ്തിർജായ് നടത്തുമ്പോഴും പുതുക്കി കൊടുത്തിട്ടല്ലാതെ ഒരു മുസ്ലിമത്തും ഇല്ല. മനസ്സിലായില്ലേ? പിന്നെ റവാഹു അഹ്മദു വൽ ബൈഹഖിയു ഫി ശുഅബിൽ ഈമാൻ. പിന്നെ അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദങ്കതഅശ്ശിസു ആദികും നിങ്ങളുടെ ആളുടെ ചെരുപ്പിൻ്റെ വാറ് പൊട്ടിപ്പോയാൽ ഫല്യസ്തർജിഇ അവൻ ഇന്നാലില്ല ചെല്ലട്ടെ ഫൈന്നഹു മിനൽ മസായിബി അത് മുസീബത്തിൽ പെട്ടതാണ്. മനസ്സിലായില്ലേ? പെട്ടെന്ന് എന്ത് ചെയ്ത് മൊബൈലിൻ്റെ റേഞ്ചാണ് പോയാലും ഇന്നാലില്ലാഹി ഇന്നാ ഇലൈഹി റാജിഊൻ എന്ത് മനസ്സിലായില്ലേ? അപ്പോൾ ചെരുപ്പിൻ്റെ വാറ വെട്ടിയാലും എന്ത് വേണം? ഇന്നാ ഇലൈഹി റാജിഊൻ ചെല്ലണം. അതൊക്കെ മുസീബത്ത് പെട്ട തന്നെയാണ്. ഇവൻ ഉമ്മി ദർദാ റളിയല്ലാഹു അൻഹാ അന്നഹാ കാലത്ത് കാലത്ത് എന്ന കാലാന്നങ്ങളിൽ നമ്മൾ കിതാബിൽ കാലയാണല്ലോ നിയാസോ അല്ലേ? ഓക്കിയില്ലേ കാലത്ത് എന്നാ ഈ കിതാബിൽ കാലല്ലേ? ഇവിടെ പറയില്ലേ? നിങ്ങൾ ഇവിടെ നോക്കണേ വൻ ഉമ്മി ദർദായി കാലാന്നല്ലേ തീണ്ടോ? ഇതുണ്ട് ഒരേ കോപ്പിയല്ലേ? നിങ്ങളുടെ അതിൽ താവുണ്ട്. എൻ്റെ കിതാബിൽ കാലാന്നാണല്ലോ. എവിടെ? ശരി, ഇതിൽ കാലാന്നാണ്. എൻ്റെ കിതാബിൽ കാലാന്നുള്ളൂ. അവിടെ രണ്ടും ഒരേ കോപ്പിയാണ്. നിങ്ങളുടെ ഒരേ കാലത്തുണ്ട്, എൻ്റെ കാലാന്നുള്ളൂ. ആയിക്കോട്ടെ കൊണ്ടേക്ക്. അതിലോ താവുണ്ടോ? എൻ്റെ കിതാബിന് മാത്രം ഒരു പ്രത്യേകത വരാൻ എന്നായിക്കോട്ടെ. കാലത്താ മാറ്റി ഉമ്മു ദർദാ പെണ്ണല്ലേ? ആയിക്കോട്ടെ. ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹാ അന്നഹാ കാലത്ത് ഉമ്മു ദർദാ റളിയല്ലാഹു ബി പറയാൻ സമീഅത്തു അബൂ ദർദാ എൻ്റെ ഭർത്താവിനെ ഞാൻ കേട്ടു യഖൂലു പറയണ കേട്ടു സമീഅത്തു അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം അബുൽ ഖാസിം മുത്തുനബിനെ ഞാൻ കേട്ടിട്ടുണ്ട് യഖൂലു പറയണതായി കേട്ടിട്ടുണ്ട്. എന്ത്? ഇന്നല്ലാഹു തബാറക തആല ഖാല അല്ലാഹു തആല പറഞ്ഞു യാ ഈസാ നബിയേ ഇന്നി ബാഇസും മിൻ ബഅദിക നിങ്ങൾക്ക് ശേഷം നമ്മൾ നിയോഗിക്കും ഉമ്മത്തന്നെ ഒരു സംഘത്തിനെ. ഒരു ഉമ്മത്ത് വരാൻ പോകുന്നുണ്ട് ഇവിടെ. ഇപ്പം നിങ്ങളും ഹവാരിജീങ്ങളും അങ്ങനെ വാഴുന്ന കാലമാണ്. ഇനി ഞാൻ ഇവിടെ ഈ ലോകത്ത് കൊണ്ടുവരും ഒരു ഉമ്മത്തിനെ കൊണ്ടുവരും. ഇദാസാബഹും മാ യുഹിബ്ബൂൻ അവർക്ക് ഇഷ്ടപ്പെട്ടതെങ്ങാനും അവർക്ക് അനുഭവിക്കപ്പെട്ട് കിട്ടിയാൽ ഹമിദുല്ലാഹ ഹമ്മദാന്നും വായിച്ച ഹമിദാന്നും വായിച്ചട്ടോ. ഹമ്മദുല്ലാഹ അല്ലെങ്കിൽ ഹമിദുല്ലാഹ അള്ളാഹ് അവർ ഹംദ് ചെയ്യുമ്പോൾ അസാബത്തുഹും യക്റഹൂന ഇഷ്ടമായത് പറ്റിപ്പോയാൽ ഇഹ്തസബൂ വസബറൂ അവർ കൂലി പ്രതീക്ഷിക്കുകയും ക്ഷമിക്കുകയും ചെയ്യും. വലാ പിന്നെ പെരുമാറിയോ വലാ ഹിൽമ വലാ ഖിലാ ഫഖാല യാ റബ്ബി കൈഫ യകൂനു ഹാദാ ലഹും വലാ ഹിൽമ വലാ ഖിലാ അവർക്ക് സഹനമോ ബുദ്ധിയോ ഇല്ല. ഫഖാല
യാ റബ്ബി ഈസാ നബി ചോദിച്ചു എൻ്റെ റബ്ബേ കൈഫയക്കൂനു ഹാദാലഹും ഇതെങ്ങനെ അവർക്ക് ഉണ്ടാകുക ലാ ഹിൽമ വലാ അഖ്ല സഹനമോ ബുദ്ധിയോ ഇല്ലല്ലോ പിന്നെങ്ങനെയാണ് അവർക്കിത് കിട്ടല് വകാല ഊതീഹും മിൻ ഹിൽമി വഇൽമി എൻ്റെ സഹനത്തിൽ നിന്നും എൻ്റെ ഇൽമിൽ നിന്നും ഞാൻ അവർക്ക് അങ്ങ് കൊടുക്കും റവാഹുൽ ബൈഹഖി ഫീ ശുഅബിൽ ഈമാൻ